വേട്ടക്കാരി അധ്യായം 29. റേഞ്ചർ കാരണവർ കേശവിന്റെ ഭാവമാറ്റം കണ്ട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഹാരിസൺ ഡേവിഡും ജനാലയിലൂടെ നോക്കി. ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദിന് പിന്നാലെ എസ് ഐ ബാഹുലേനും ഒപ്പം പോലീസുകാരും ഇറങ്ങുന്നു. പോലീസുകാർ രണ്ടുപേരെ ബൊലേറോയിൽ നിന്ന് ഇറക്കി. അതുകൂടി ശ്രദ്ധിച്ചതോടെ കാരണവർ കേശവ് കൂടുതൽ തളർന്നു. തങ്കനും വേലും തന്റെ കള്ളികൾ മുഴുവൻ പുറത്തായെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഇർഫാൻ മുഹമ്മദ് വരാന്തയിലേക്ക് കയറി ഹാഫ് ഡോറിൽ മൃദുവായി മുട്ടി. കയറി വരൂ പറഞ്ഞത് ഹാരിസൺ ഡേവിഡാണ്. ഇർഫാൻ മുഹമ്മദ് മാത്രം അകത്തെത്തി. ബാക്കിയുള്ളവർ പുറത്തു നിന്നു. ഹാരിസൺ ഡേവിഡ് ഡിവൈഎസ്പിക്ക് ഹസ്തദാനം നൽകി. പിന്നെ കസേരയിലേക്ക് ക്ഷണിച്ചിരുത്തി. ഞാൻ വന്നത് ഇർഫാൻ മുഹമ്മദ് തുടക്കമിട്ടു. എനിക്ക് ഊഹിക്കാൻ കഴിയും. എങ്കിലും താങ്കൾ പറഞ്ഞോളൂ. ഹാരിസൺ ഡേവിഡ് പ്രതിവചിച്ചു. തനിക്ക് കിട്ടിയ പെറ്റീഷനെക്കുറിച്ചും താൻ കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ചും ഇർഫാൻ മുഹമ്മദ് സംസാരിച്ചു. അവരെ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുമോ? ഹാരിസൺ ഡേവിഡ് തിരക്കി. ഓ ഷുവർ. ഡിവൈഎസ്പി വാതിൽക്കലേക്ക് തിരിഞ്ഞു വിളിച്ചു. ബാഹുലേയൻ. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ എസ് ഐ തങ്കനെയും വേലിനെയും അകത്തെത്തിച്ചു. കാരണവർ കേശവ് രൂക്ഷമായി അവരെ നോക്കി. അവർ തലകുനിച്ചു കളഞ്ഞു. ഹാരിസൺ ഡേവിഡ് തങ്കനും വേലുവുമായി സംസാരിച്ചു. ഡിവൈഎസ്പിക്ക് കൊടുത്ത മൊഴി അവർ അവിടെയും ആവർത്തിച്ചു. കാരണവർ കേശവന്റെ മുഖം ചോര ഉൾവലിഞ്ഞതുപോലെ വിളറി. ഓക്കെ, നിങ്ങൾ പുറത്തു നിൽക്കൂ. ഹാരിസൺ ഡേവിഡിന്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ ബാഹുലേൻ അവരെ തിരികെ കൊണ്ടുപോയി. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ കാരണവർ കേശവന് നേർക്ക് തിരിഞ്ഞു. തനിക്കിനി എന്തു പറയാനുണ്ട്? കാരണവർക്ക് നാവ് ചലിച്ചില്ല. മിസ്റ്റർ ഇർഫാൻ മുഹമ്മദ്, ഹാരിസൺ ഡേവിഡ് ശബ്ദം താഴ്ത്തി. തെറ്റ് പറ്റിയിരിക്കുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാ. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള മത്സരത്തിന് ഇത് കാരണമായി കൂടാ. ഇർഫാൻ മുഹമ്മദ് തലയാട്ടി. താങ്കൾ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? അയാൾ കസേരയിൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. അതായത്, ഹാരിസൺ തുടർന്നു, നമുക്കൊരു ഒത്തുതീർപ്പിലെത്താം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പലർക്കും പണിഷ്മെന്റ് ഉണ്ടാകും. ഇക്കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് താങ്കൾക്കും അറിവുള്ളതാണല്ലോ. ഇർഫാൻ മുഹമ്മദ് ചിന്തിച്ചിരുന്നു. ഹാരിസൺ ഡേവിഡ് പിന്നെയും പറഞ്ഞു. ഇനി കാരണവരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. എന്താ? ചോദിച്ചുകൊണ്ട് അയാൾ കാരണവരെ നോക്കി. താൻ എന്തു പറയുന്നു? മുഖത്ത് കടന്നൽ കുത്തിയതുപോലെയായി കാരണവർ. അയാളുടെ മറുപടിക്ക് കാക്കാതെ ഹാരിസൺ വീണ്ടും അറിയിച്ചു. മാത്രമല്ല, ചെയ്ത തെറ്റിന് കാരണവർ പരമശിവയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും. പോരെ? നമ്മുടെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താ? എനിക്ക് സമ്മതമാണ്. ഇർഫാൻ മുഹമ്മദ് സമ്മതിച്ചു. സാർ, പെട്ടെന്ന് കാരണവർ വിളിച്ചു. എന്റെ പേരിൽ വകുപ്പ് നടപടികൾ എടുത്തോളൂ. എന്നാലും പരമശിവയോട് മാപ്പ് പറയാൻ ഞാൻ ഒരുക്കമല്ല. എടോ! മേശമേൽ ആഞ്ഞൊന്ന് അടിച്ചുകൊണ്ട് ഹാരിസൺ ഡേവിഡ് ചാടി എഴുന്നേറ്റു. കാര്യങ്ങൾ രഹസ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചാലും താൻ സമ്മതിക്കില്ലേ? ഒരു നിരപരാധിയെ കൊടുക്കണമെന്ന് തനിക്കെന്താണിത്ര വാശി? കാരണവർ മറ്റെവിടേക്കോ നോക്കി നിന്നു. ഇങ്ങോട്ട് നോക്കടോ! ഹാരിസന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. അനിഷ്ടത്തോടെ കാരണവർ തിരിഞ്ഞു. തനിക്ക് ഞാൻ പറഞ്ഞത് സമ്മതമല്ലെങ്കിൽ ഈ നിമിഷം സസ്പെൻഷനാ. തനിക്ക് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയോ പോലീസിന്റെയോ യാതൊരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല. ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും. അത് വേണോ? കാരണവർക്ക് ഉള്ളിലൊരു പിടപ്പുണ്ടായി. ജനങ്ങൾക്ക് തന്നോട് പകയുണ്ടെന്ന് അയാൾക്കറിയാം. തൽക്കാലം അനുസരിക്കുകയാണ് ബുദ്ധിയെന്ന് ഇപ്പോൾ അയാൾക്കും തോന്നി. കണക്ക് തീർക്കേണ്ടവനെയൊക്കെ പിന്നീട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്കറിയാം. താൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് മറുപടി പറയുന്നുണ്ടോ? ഹാരിസൺ ഡേവിഡ് അക്ഷമനായി. എനിക്ക് സമ്മതം. കാരണവർ പിറുപിറുത്തു. അപ്പോൾ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അയച്ച് പരമശിവയെ അവിടെ എത്തിച്ചു ഹാരിസൺ ഡേവിഡ്. പറഞ്ഞോളൂ, അയാൾ കാരണവരോട് നിർദ്ദേശിച്ചു. പരമശിവ ക്ഷമിക്കണം. രോഷം കടിച്ചമർത്തി കാരണവർ മന്ത്രിച്ചു. സാർ, പരമശിവ വിങ്ങിപ്പൊട്ടി. ഞാൻ യാതൊരു ദ്രോഹത്തിനും വരുന്നില്ലല്ലോ. എന്നിട്ടും എന്തിനാ എന്നെ? അയാൾ പൂർത്തിയാക്കും മുമ്പ് ഹാരിസൺ ഡേവിഡ് കൈനീട്ടി ആ തോളിൽ പിടിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പരമശിവേ. തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണവരുണ്ടാക്കിയാൽ ഇനി എന്നോട് പറഞ്ഞാൽ മതി. പരമശിവ ദയനീയമായി തലയാട്ടി. ശരി, പൊയ്ക്കോളൂ. നന്ദിയുണ്ട് സാറേ, ഒത്തിരി. പരമശിവ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഞാനും പോകുന്നു. ഇർഫാൻ മുഹമ്മദും എഴുന്നേറ്റു. പക്ഷേ സത്യനാഥിന്റെ മർഡറുമായി ബന്ധപ്പെട്ട് എനിക്കിങ്ങോട്ട് വീണ്ടും വരേണ്ടി വരുമെന്ന് മനസ്സ് പറയുന്നു. അപ്പോൾ ഹാരിസൺ സാറ് ഇത്തരമൊരു ഒത്തുതീർപ്പിന് ശ്രമിക്കല്ലേ? പകുതി കാര്യമായും ബാക്കി തമാശയുമായാണ് ഇർഫാൻ മുഹമ്മദ് പറഞ്ഞത്. ഒരിക്കലുമില്ല. ഹാരിസൺ ഡേവിഡ് സമ്മതിച്ചു. പരമശിവയെ കൂടി ബൊലേറോയിൽ കയറ്റിക്കൊണ്ടാണ് ഇർഫാൻ മുഹമ്മദ് പോയത്.
അതിനു മുമ്പ് തങ്കനും വേലിനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകി. എന്നിട്ട് വീട്ടിൽ പൊയ്ക്കോളാനും പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ റേഞ്ചർ കാരണവർ കേശവ് കൈ ചുരുട്ടി മേശപ്പുറത്തിടിച്ചു. പിന്നെ ഫോണെടുത്ത് ഡ്രൈവർ സണ്ണിമോനെ വിളിച്ചു കാര്യങ്ങൾ അയാൾ ചുരുക്കി പറഞ്ഞു. വലിയ നാണക്കേടായി പോയല്ലോ സാറേ. പറയൂ, ഞാൻ എന്തു ചെയ്യണം? എന്തിനും ഒരുക്കമാ ഞാൻ. സാറിന് വേണ്ടി കൊല്ലാനും ചാവാനും. അതൊന്നും വേണ്ട സണ്ണി, എനിക്കിന്ന് പറക്കും ദാസനെ ഇവിടെ കിട്ടണം. നീ വേഗം അവന്റെ അടുത്തേക്ക് ചെല്ല്. കാരണവർ കൽപ്പിച്ചു. ശരി സാർ. പിന്നെ ഇന്നല്ലേ സാറിന്റെ സുഹൃത്തുക്കൾ വരുന്നത്? അവരുടെ കാര്യം സണ്ണിമോൻ തിരക്കി. അവർ ഓൺ ദ വേ ആണ്. അവരുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പുറപ്പെടുകയായി. സണ്ണിമോൻ കോൾ മുറിച്ചു. കാരണവർക്ക് മറ്റാരേക്കാളും അപ്പോൾ പക തോന്നിയത് റെജി ടി തോമസിനോടാണ്. തന്റെ മുന്നിൽ വെച്ചല്ലേ അവൻ ഹാരിസൺ സാറിനോട് തനിക്കെതിരെ സംസാരിച്ചത്. നാളെ തനിക്ക് താഴെയുള്ള വേറെ ആളുകളും ഇങ്ങനെ ചെയ്തെന്നിരിക്കും. അവർക്കൊരു പാഠമാകണം റെജി ടി തോമസ്. ക്രൂരമായ ഒരു ചിരി കാരണവരുടെ ചുണ്ടിൽ മിന്നിപ്പൊലിഞ്ഞു. പരമശിവയുടെ വീട്. അച്ഛന്റെ ശരീരത്തിൽ കുഴമ്പ് പുരട്ടിയ ശേഷം ചൂടുവെള്ളത്തിൽ തോർത്തു മുക്കിപ്പിഴിഞ്ഞ് ആവി കൊള്ളിക്കുകയാണ് സൂര്യകാന്തി. അച്ഛന്റെ ശരീരത്തിൽ ചോര തിണർത്തു കിടക്കുന്നത് അവൾ കണ്ടു. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി സൂര്യകാന്തിക്ക്. ഇപ്പോൾ എങ്ങനെയുണ്ടച്ഛ? അവൾ സങ്കടത്തോടെ തിരക്കി. നല്ല ഭേദമുണ്ട്. പരമശിവയുടെ ഒച്ച ചിലമ്പി. അയാൾ കള്ളം പറയുകയാണെന്ന് സൂര്യകാന്തിക്ക് അറിയാം. തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുന്നതാണ്. റേഞ്ചർ കാരണവർ കേശവ്. ആ പേര് അവളുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞുകൊണ്ടിരുന്നു. രാത്രി. കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സിന് മുന്നിൽ സണ്ണിമോന്റെ ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു. ഹെൽമറ്റുകൾ ഊരിമാറ്റി അതിൽ നിന്ന് അയാളും മറ്റൊരാളും ഇറങ്ങി. മൊട്ടദാസൻ എന്ന് വിളിക്കുന്ന പറക്കും ദാസൻ. കാത്തിരിക്കുകയായിരുന്ന കാരണവർ പെട്ടെന്ന് വാതിൽ തുറന്നു. ഇരുവരും അകത്തു കയറിയ ഉടൻ അടയ്ക്കുകയും ചെയ്തു. ഇത്ര വേഗത്തിൽ നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല. വാഗമണ്ണിലായിരുന്നോ ദാസൻ? അത്ഭുതത്തോടെ കാരണവർ ചോദിച്ചു. പറക്കും ദാസൻ തന്റെ മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചു. ഞാൻ അടിമാലിയിലുണ്ടായിരുന്നു. മൂന്നാറിലെത്തിയിട്ട് സണ്ണി ഒരു കോയിൻ ബൂത്തിയെന്ന് എന്നെ വിളിച്ചു. അതുകൊണ്ടാ പെട്ടെന്ന് വന്നത്. ദാസൻ ചുറ്റും നോക്കി. ദാഹജലം ഇരിപ്പില്ലേ സാറേ? കാരണവർക്ക് കാര്യം മനസ്സിലായി. അയാൾ അലമാര തുറന്ന് ഒരു ബോട്ടിൽ മദ്യമെടുത്ത് ടീപ്പോയ്ക്ക് മുകളിൽ വെച്ചു. പിന്നെ ഹോട്ടലിൽ നിന്ന് വരുത്തിയ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. മൂവരും ഒന്നിച്ചിരുന്ന് മദ്യം കുടിച്ചു. അതിനിടെ കാരണവർ തനിക്കുണ്ടായ ദുരനുഭവം പറക്കും ദാസനോട് വിവരിച്ചു. അയാളുടെ മുഖത്ത് ആശ്ചര്യഭാവം മിന്നി. ആ പെണ്ണ് സൂര്യകാന്തി അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കുറപ്പാ സാറേ. അവളെ പിന്നിൽ നിന്ന് സഹായിക്കാനും ഉപദേശിക്കാനും ആരോ ഉണ്ട്. പറക്കും ദാസന് അക്കാര്യത്തിൽ സംശയമില്ല. അത് ശരിയാ ദാസ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഭക്ഷണവും മദ്യവും തീർത്തിട്ട് കാരണവർ കേശവ് ആദ്യം എഴുന്നേറ്റു. ആർക്കാ സാറേ ആദ്യം പണി കൊടുക്കേണ്ടത്? അയാൾ കൈ കഴുകി വന്നപ്പോൾ ദാസൻ ചോദിച്ചു. എന്റെ കൂടെയുള്ള ഒരുത്തനെ തന്നെ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസിന്. തുടർന്ന് റെജി താമസിക്കുന്ന സ്ഥലവും മറ്റു വിവരങ്ങളും അയാൾ പറക്കും ദാസന് പറഞ്ഞുകൊടുത്തു. കൊല്ലണോ സാറേ? ദാസന് സംശയം. വേണ്ട. കുറെ കാലം അവൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകരുത്. കയ്യും കാലും തല്ലിയൊടിച്ചേര്. പിന്നെ ഒരു കാര്യം, ജീപ്പ് ഡ്രൈവർ രാമസ്വാമിയെ ഒതുക്കാൻ പോയ പോലെ ഇത്തവണ സണ്ണി നിന്റൊപ്പം വരത്തില്ല കേട്ടോ. ഇവനിപ്പോൾ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ. കാരണവർ ഓർമ്മപ്പെടുത്തി. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, അതാ എനിക്കിഷ്ടം. ദാസൻ എഴുന്നേറ്റ് കൈ കഴുകി. പക്ഷെ എനിക്കൊരു വണ്ടി വേണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ റെജിയെ പുറത്തിറക്കി തരണം. രണ്ടാമത് പറഞ്ഞതാ എളുപ്പം. തങ്ങളുടെ ആരുടെയെങ്കിലും വാഹനത്തിൽ ദാസൻ പോയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാരണവർക്ക് തോന്നി. ഒക്കെ സാറിന്റെ ഇഷ്ടം. ദാസൻ ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ച് പുകയൂതി. എങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ സാർ? സണ്ണിമോൻ കാരണവരെ നോക്കി. ഞാനത് നിന്നോട് പറയാൻ തുടങ്ങുമായിരുന്നു. നീ പൊയ്ക്കോ. ഓപ്പറേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ നിനക്ക് ഞാനൊരു മിസ് കോൾ അയക്കും. അപ്പോൾ തന്നെ വന്ന് ദാസനെ നീ ഇവിടുന്ന് മാറ്റണം. കാരണവരും ഒരു സിഗരറ്റ് എടുത്തു. ഓക്കെ സാർ. സണ്ണിമോൻ പോയി. കാരണവർ സെൽഫോൺ എടുത്ത് സമയം നോക്കി. 10 മണി. അയാൾ പിറുപിറുത്തു. ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു റെജി ടി തോമസ്. സെൽഫോൺ ഇരുമ്പുന്നത് കേട്ട് പെട്ടെന്ന് അയാൾ അതെടുത്ത് നോക്കി. എന്നിട്ട് അമർഷത്തോടെ കോളെടുത്തു. റെജി ഉറങ്ങിയോ? കാരണവരുടെ ചോദ്യം അയാൾ കേട്ടു. ഇല്ല സാർ, കിടക്കാൻ തുടങ്ങുമായിരുന്നു. എങ്കിൽ പിന്നെ തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. സാരമില്ല സാർ, പറഞ്ഞോളൂ. റെജിക്ക് ആകാംക്ഷയായി. ഇന്ന് രാത്രി ചന്ദനം മോഷണം പോകാൻ സാധ്യതയുണ്ട് എന്നൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രാമൻ കോവിൽ ഭാഗത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണ് കൊള്ളക്കാരുടെ ഉന്നം. 11 മണിക്ക് അവിടെ ഒരു ടീമിനെ അവിടേക്ക് അയക്കാനാ പദ്ധതി. കാരണവർ അറിയിച്ചു. എങ്കിൽ ഞാൻ തീർച്ചയായും വരാം സാർ. റെജി ടി തോമസ് സമ്മതിച്ചു. ഗുഡ്. പക്ഷെ തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ലെന്ന് ഓർക്കണം.
പകൽ നടന്ന സംഭവത്തിന്റെ പരിഭവത്തിലാണ് റേഞ്ചർ അങ്ങനെ പറഞ്ഞതെന്ന് റെജി കരുതി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സാർ, അല്ലെങ്കിൽ തന്നെ ഇതെന്റെ ഡ്യൂട്ടിയല്ലേ. 10:45 ഞാൻ എത്തിയിരിക്കും പറഞ്ഞിട്ട് റെജി ടി തോമസ് കോൾ കട്ട് ചെയ്തു. ഫോൺ ടീപ്പോയിൽ വെച്ചിട്ട് പറക്കം ദാസനെ നോക്കി ചിരിക്കുകയായിരുന്നു അപ്പോൾ കാരണവർ കേശവ്. അവൻ വരും. സ്ഥലം എവിടെയെന്ന് തനിക്ക് തീരുമാനിക്കാം. എങ്കിൽ ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണാം സാർ. പറക്കം ദാസൻ എഴുന്നേറ്റു. കാരണവർ കേശവന്റെ അരികിൽ നിന്ന് മടങ്ങിയ സണ്ണിമോൻ ബൈക്കിൽ ആനക്കോട്ട പാറയിലേക്ക് കയറ്റം കയറി അടക്കുകയായിരുന്നു. പാറ വെട്ടിയുണ്ടാക്കിയ റോഡാണ് അവിടെ. പെട്ടെന്ന് ഇറങ്ങി വന്ന നിലയിൽ റോഡിന് കുറുകെ ഒരു ജീപ്പ് കിടക്കുന്നത് അയാൾ കണ്ടു. ജീപ്പ് ഒരു പാറയിൽ ഇടിച്ചു കിടക്കുകയാണെന്ന് തോന്നി. സീറ്റിൽ ഒരാളുണ്ട്. അയാൾ സ്റ്റിയറിംഗ് വീലിന് പുറത്തേക്ക് കമിഴ്ന്നു കിടക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ അയാൾ മരിക്കുകയോ സ്വബോധം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് സണ്ണിമോന് തോന്നി. വീതി കുറഞ്ഞ റോഡായതിനാൽ ജീപ്പിന് മറികടന്ന് പോകാനും കഴിയില്ല. നാശം. പിറുപിറുത്തുകൊണ്ട് സണ്ണിമോൻ ബൈക്ക് നിർത്തി. ലൈറ്റ് കെടാതിരിക്കാൻ എഞ്ചിൻ ഓഫ് ചെയ്യാതെ അയാൾ വലതുകാൽ വീശിയിറങ്ങി. ഏയ്! അകത്തേക്ക് കൈനീട്ടി അയാൾ ഡ്രൈവറുടെ തോളിൽ തട്ടി. അടുത്ത നിമിഷം ഡ്രൈവർ നിവർന്നു. അയാളുടെ മുഖം വ്യക്തമാകും മുമ്പ് ജീപ്പിൽ നിന്ന് ഒരു ചുരുട്ടിയ കൈത്തലം ചീറി വന്നു. ഹാ! മുഖമടച്ച് ഇടിയേറ്റ സണ്ണിമോൻ പിന്നോട്ട് വെച്ച് തന്റെ ബൈക്കിൽ ചെന്നിടിച്ചു. അയാളും ബൈക്കും കൂടി റോഡിലേക്ക് മറിഞ്ഞു. ആ ക്ഷണം ജീപ്പിൽ നിന്ന് ഡ്രൈവർ അടക്കം 4 പേർ ചാടി വന്നു. ഒരാളുടെ കയ്യിലിരുന്ന കുറുവടി ബൈക്കിന്റെ ഹെഡ്ലൈറ്റിൽ ആഞ്ഞു പതിച്ചു. വല്ലാത്തൊരു ശബ്ദത്തോടെ അതിന്റെ ഗ്ലാസ് ചിതറിപ്പോയി. ഒപ്പം ലൈറ്റും അണഞ്ഞു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. സണ്ണിമോന്റെ പുറത്ത് കുറുവടി കൊണ്ട് 4-5 അടികൾ കൂടി വീണു. അയാൾ അലറി. ആ ശബ്ദം താഴ്വരയിലേക്ക് പോയി അലിഞ്ഞു. സണ്ണിമോൻ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. എന്നാൽ ഇരുട്ടിൽ ഒരു കാൽപാദം അയാളെ റോഡിലേക്ക് ചവിട്ടി അമർത്തി. തന്റെ കൈകൾ ബലമായി പുറകിലേക്ക് പിടിച്ചു തിരിക്കപ്പെടുന്നതും കയർ കൊണ്ട് ബന്ധിക്കപ്പെടുന്നതും സണ്ണിമോൻ അറിഞ്ഞു. അധ്യായം 30. വിട്, എന്നെ വിടിനടാ നായിന്റെ മക്കളെ! അലറിക്കൊണ്ട് ഡ്രൈവർ സണ്ണിമോൻ വെട്ടി ഉലഞ്ഞു. എന്നാൽ അയാളുടെ പുറത്ത് പതിഞ്ഞ കാൽ കൂടുതൽ അമർന്നു. മര്യാദയ്ക്ക് മിണ്ടാതെ കിടന്നില്ലേ നിന്റെ നട്ടല് ഞാൻ ചവിട്ടി ഒടിക്കും. പാറകൾ കൂട്ടി ഉരസം പോലെയുള്ള ഒരു ശബ്ദം ഇരുട്ടിൽ സണ്ണിമോൻ കേട്ടു. അടുത്ത നിമിഷം അയാളുടെ കാലുകളും കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഇനി തനിക്ക് രക്ഷയില്ലെന്ന് സണ്ണിമോന് ഉറപ്പായി. എങ്കിലും അയാൾ ചീറിപ്പിടഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഇവനെ എടുത്ത് ജീപ്പിലിട്. പുറത്ത് പതിഞ്ഞ കാൽ മാറ്റപ്പെട്ടതും ഒരാജ്ഞ കേട്ടു. സണ്ണിമോൻ തറയിൽ നിന്ന് ഉയർത്തപ്പെട്ടു. പിന്നെ ഒരു ചാക്കുകെട്ട് കണക്കെ അയാൾ ജീപ്പിന്റെ പിൻസീറ്റുകൾക്കിടയിൽ ചെന്ന് വീണു. ബൈക്ക് വലിച്ച് താഴേക്ക് കളഞ്ഞേരി. അടുത്ത ആജ്ഞ. 2 പേർ ചേർന്ന് സണ്ണിമോന്റെ ബുള്ളറ്റ് ബൈക്ക് റോഡിൽ നിന്ന് ഉയർത്തി പിന്നേത് ഒരു ഭാഗത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. എന്നിട്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തിയായി നിന്നിരുന്ന 2 കൽക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് തള്ളി. പാറയിൽ നിരങ്ങിയും കരണം മറിഞ്ഞും ബൈക്ക് താഴ്വരയിലേക്ക് പോയി. പെട്രോളിന്റെ രൂക്ഷഗന്ധം അവിടെ പരന്നു. മുകളിൽ നിന്നവർ പിന്നെ കണ്ടത് ബൈക്ക് ഒരു അഗ്നിഗോളമാകുന്നതാണ്. തുടർന്ന് അതിഭയങ്കരമായ ശബ്ദത്തോടെ അതിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചു. തീത്തുണ്ടുകൾ റോക്കറ്റുകൾ പോലെ 4 പാടും ചിതറി. കഴിഞ്ഞു, വാ പോകാം. യാതൊരു തിടക്കവും കൂടാതെ ഇരുവരും ജീപ്പിൽ കയറി. ഡ്രൈവർ അത് പിന്നോട്ടെടുത്ത് തിരിച്ചു. തുടർന്ന് കുന്നിറങ്ങി മറുകർ ഭാഗത്തേക്ക് പോയി. സൂര്യകാന്തിയുടെ വീട്. പലതും ചിന്തിച്ച് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു അവൾ. അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇടയ്ക്കിടെ പരമശിവയുടെ ഞരക്കവും മൂളലും ചുമയും കേൾക്കാം. അച്ഛന്റെ ശരീരത്തിൽ താൻ കരുതുന്നതിനേക്കാൾ അധികം ആഘാതമേറ്റിട്ടുണ്ടെന്ന് സൂര്യകാന്തിക്ക് തോന്നി. എല്ലാത്തിനും കാരണക്കാരൻ ആ നീചൻ കാരണവർ കേശവാണ്. അവളുടെ കടപ്പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. അയാളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പുലിക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമായിരുന്നു. അവൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പരമശിവയുടെ പാരവശ്യം നിറഞ്ഞ വിളി കേട്ടു. മോളെ! സൂര്യകാന്തി പിടഞ്ഞെഴുന്നേറ്റു. എന്താ അച്ഛാ? അവൾ അപ്പുറത്തെ മുറിയിലേക്ക് ഓടി. അവിടുത്തെ ലൈറ്റ് തെളിച്ച് കട്ടിലിലേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടി. തൊണ്ടയിൽ ഒരു വിലാപം കുരുങ്ങി വീണു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കിടന്നു പുളയുകയാണ് പരമശിവ. അച്ഛാ! ഒറ്റക്കുതിപ്പിൽ അവൾ അയാൾക്കരികിലെത്തി. എന്തു പറ്റി അച്ഛാ? നെഞ്ചു വേദനിക്കുന്നു. പരമശിവ ശക്തമായി കിതച്ചു. ഇച്ചിരി ചൂടുവെള്ളം താ. സൂര്യകാന്തി അടുക്കളയിലേക്ക് ഓടി. വളരെ വേഗത്തിൽ വെള്ളം തിളപ്പിച്ച് അതുമായി തിരിച്ചു വന്നു. കുറേശ്ശെ ഒരു ഗ്ലാസ്സിലൊഴിച്ച് വട്ടം കറക്കി ചൂട് കുറച്ച് അയാൾക്ക് കൊടുത്തു. കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു കൊണ്ട് പരമശിവ അല്പാൽപമായി വെള്ളം കുടിച്ചു. സൂര്യകാന്തി അച്ഛന്റെ നെഞ്ചിൽ തടവിക്കൊടുത്തു. നമുക്ക് ആശുപത്രിയിൽ പോകാമച്ഛ. പരമശിവ ശിരസ് ഇടം വലം വെട്ടിച്ചു. വേണ്ട മോളെ, ഇപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ സൂര്യകാന്തി വഴങ്ങിയില്ല. അത് പറ്റില്ല. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ആശുപത്രിയിൽ പോകണം. പോയാൽ ഇന്നവര് വിട്ടില്ലെങ്കിൽ നാളത്തെ കച്ചവടം.
അയാളെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവൾ ആ വായ പൊത്തി. അച്ഛനൊന്നും പറയണ്ട, ഞാനാ ദൊരയ്യനെ വിളിച്ചു പറഞ്ഞോളാം. നാളെ ഒരു ദിവസത്തേക്ക് അയാൾ നടത്തട്ടെ കച്ചവടം, അല്ലെങ്കിൽ നാളത്തെ ബിസിനസ് വേണ്ടെന്ന് വെക്കാം. പരമശിവയുടെ തടസ്സവാദങ്ങളൊന്നും സൂര്യകാന്തിയുടെ മുന്നിൽ വിലപ്പോയില്ല. അവൾ വേഷം മാറി വന്നപ്പോഴേക്കും അയാൾ ഷർട്ടും മുണ്ടും ധരിച്ചിരുന്നു. നെഞ്ചിനുള്ളിൽ സൂചി കുത്തുന്നത് പോലെയുള്ള അനുഭവം. സൂര്യകാന്തി അറിയാതിരിക്കാൻ അയാൾ വേദന കടിച്ചമർത്തി. വാ അച്ഛാ, പോകാം. മൊബൈലും പേഴ്സും ഒരു ചെറിയ ബാഗിൽ വെച്ചിട്ട് അവൾ പരമശിവയെ താങ്ങി മുറ്റത്തെത്തിച്ച് പെട്ടി ഓട്ടോയിൽ കയറ്റി. തിരികെ വന്ന് വാതിൽ പൂട്ടുന്നതിനിടയിൽ പെട്ടെന്ന് ഓർത്തിട്ടെന്ന പോലെ ഇറച്ചി വെട്ടുന്ന ഒരു കത്തിയെടുത്ത് ഡ്രൈവർ സീറ്റിനടിയിൽ വെച്ചു. പിന്നെ വേഗം ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. പരമശിവ മുകളിലേക്ക് അല്പം ചാരിയിരുന്നു. ഓട്ടോ ഒരു കുലുക്കത്തോടെ മുന്നോട്ട് നീങ്ങി. സമയം രാത്രി 10:30 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസ് തന്റെ ബൈക്കിൽ കയറി. 10:45 ഓഫീസിലെത്താമെന്നാണ് കാരണവർ സാറിനോട് പറഞ്ഞിരിക്കുന്നത്. ഹെൽമറ്റ് വെച്ച ശേഷം അയാൾ ബൈക്ക് സ്റ്റാർട്ടാക്കി. ഹെഡ്ലൈറ്റ് തീക്കണ്ണായി തെളിഞ്ഞു. ക്വാർട്ടേഴ്സിന്റെ ഗേറ്റ് കടന്ന ബൈക്ക് കരിമ്പിൻ പാടത്തിന് നടുവിലൂടെ നീങ്ങി. ഒരു കാട്ടുമുയൽ റോഡിനു കുറുകെയോടി കരിമ്പുകൾക്കിടയിൽ മറഞ്ഞു. കരിമ്പിൻ പാടം പിന്നിടാൻ ഇനി ഏകദേശം 50 മീറ്റർ മാത്രം. പെട്ടെന്ന് തൊട്ടടുത്ത ശർക്കര ആലയിൽ ഒരു നിഴലനങ്ങി. കഴിഞ്ഞ സീസണിൽ ശർക്കരയുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ആലയാണത്. ഇത്തവണത്തെ സീസൺ ആരംഭിക്കാറാകുന്നതേയുള്ളൂ. സീസണായിട്ട് ഇനി ആലയുടെ അറ്റകുറ്റപ്പണി നടത്തൂ. ബൈക്ക് ആലയോട് അടുത്തതും ഒരു മുട്ട ചീറി വന്നു. അത് കൃത്യം റെജി ടി തോമസിന്റെ ഹെൽമറ്റിൽ തന്നെ പതിച്ചു. ഛേ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും റെജി ടി തോമസ് ബ്രേക്ക് പെഡൽ ആഞ്ഞമർത്തി. പിൻചക്രങ്ങൾ ഒന്ന് പാളി ബൈക്ക് നിന്നു. അയാൾ ഹെൽമറ്റ് ഊരി. മുട്ടയുടെ മണം. റെജിയുടെ നെറ്റി ചുളിഞ്ഞു. ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ ഹെൽമറ്റിന്റെ ഗ്ലാസ് കൈകൊണ്ട് തുടച്ചു. കയ്യിൽ പശപശപ്പ്. ഒപ്പം ഹെൽമറ്റിന്റെ ഗ്ലാസ് അരിമാവ് തേച്ചു പിടിപ്പിച്ചതുപോലെയായി. അപകടത്തിന്റെ ചൂരടിച്ച റെജി ടി തോമസ് ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. കരിമ്പുകൾ പോലും നിശ്ചലം. പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് അയാൾ കൈ തുടച്ചു. പിന്നെ ഹെൽമറ്റ് ബൈക്കിന്റെ ഹാൻഡിലിൽ തൂക്കി കർച്ചീഫ് ചുരുട്ടി എറിയുകയും ചെയ്തു. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് റെജിയുടെ മനസ്സ് മന്ത്രിച്ചു. അയാൾ ഗിയർ ചേഞ്ച് ചെയ്തു. പെട്ടെന്ന് വലതു ഭാഗത്ത് ഒരു ചലനം. റെജി ടി തോമസ് തിരിഞ്ഞു. ശർക്കര ആലയുടെ മുറ്റത്ത് നിന്ന് ഒരു ഇരുൾക്കട്ട തന്റെ നേർക്ക് പറന്നു വരുന്നതാണ് കണ്ടത്. ചീറ്റപ്പുലിയുടെ കുതിപ്പ് പോലെ റെജി ടി തോമസിന് ബൈക്ക് മുന്നോട്ടെടുക്കാൻ കഴിയും മുമ്പ് 2 കാലുകൾ ഒന്നിച്ച് അയാളുടെ ശരീരത്തിൽ വന്നിടിച്ചു. എടാ! അവ്യക്തമായ ഒരു വിലാപത്തോടെ റെജിയും ബൈക്കും ഇടതുവശത്തേക്ക് ചരിഞ്ഞു. അയാളെ ചവിട്ടി വീഴ്ത്തിയവൻ പിന്നോട്ട് മലർന്ന് കൈകൾ തറയിൽ കുത്തി. പിന്നെ വേഗം ശരീരം പിന്നോട്ട് വളച്ച് ഒരഭ്യാസിയെപ്പോലെ നിവർന്ന് നേരെ നിന്നു. ബൈക്കിന്റെ എഞ്ചിൻ ഓഫായി. എന്നാൽ ഹെഡ്ലൈറ്റ് അണഞ്ഞില്ല. ഭാഗ്യത്തിന് റെജി ടി തോമസിന്റെ കാൽ ബൈക്കിനടിയിൽ പോയില്ല. ആരടാ നീ? അലറിക്കൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. റെജിയെ ആക്രമിച്ചയാളും റെജിയും പരസ്പരം നോക്കി. ബൈക്കിന്റെ വെട്ടം മുന്നോട്ടായതിനാൽ ആ മുഖം തിരിച്ചറിയാൻ റെജിക്ക് കഴിഞ്ഞില്ല. ഞാൻ ആരാണെന്നറിഞ്ഞാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല റെജി. ഷർട്ടിന്റെ പുറകിലേക്ക് കൈനീട്ടി അയാൾ കോളറിനടിയിൽ നിന്ന് ഒരു ഇരുമ്പ് ദണ്ട് വലിച്ചെടുത്തു. പിന്നെ വികൃത ശബ്ദത്തിൽ ചിരിച്ചു. തൽക്കാലം നീ പേടിക്കേണ്ട സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ. കാരണം നിന്റെ പ്രാണനെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പകരം നിന്റെ കയ്യും കാലും അത് ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞതും അയാൾ ഇരുമ്പ് ദണ്ട് വീശി. റെജി ടി തോമസ് സമർത്ഥമായി ഒഴിഞ്ഞു. നിനക്ക് തല്ലിയൊടിക്കാൻ ഞാൻ നിന്നു തരാമടാ പുല്ലേ. അയാളും പ്രത്യാക്രമണത്തിന് തയ്യാറായി. ഇരുമ്പ് ദണ്ട് വീണ്ടും ഒരു സീൽക്കാരത്തോടെ ചീറി വന്നു. റെജി ടി തോമസിന്റെ കാൽ ലക്ഷ്യമാക്കിയായിരുന്നു അത്. അയാൾ മുകളിലേക്ക് ചാടി. കാൽപാദത്തിനടിയിലൂടെ ഒരു കാറ്റ് വീശിപ്പോയി. പറക്കും ദാസൻ എന്ന മൊട്ടദാസനായിരുന്നു ശത്രു. തന്റെ 2 നീക്കങ്ങൾ പാളിയപ്പോൾ അയാൾക്ക് കോപം ഇരട്ടിച്ചു. റെജി ടി തോമസ് ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് കരുതിയായിരുന്നു 3ാമത്തെ അടി. അയാളുടെ ശിരസ് ലക്ഷ്യം വെച്ച്. പക്ഷേ അടിയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് റെജി ഇരുമ്പ് ദണ്ടിന്റെ അറ്റത്ത് കയറി പിടിച്ചു. പിന്നെ ആ ആയുധത്തിനായി ഇരുവരും തമ്മിൽ മൽപ്പിടുത്തമായി. നീ ആരാ? സംഘട്ടനത്തിനിടയിൽ കിതച്ചുകൊണ്ട് റെജി തിരക്കി. അത് നീ അറിയണ്ട. പക്ഷെ ഒന്ന് ഞാൻ പറയാം. നിന്നെ കൊല്ലണ്ട എന്ന തീരുമാനം ഞാൻ മാറ്റുന്നു. കൊല്ലാൻ തന്നെ ഉറപ്പിക്കുന്നു. പറഞ്ഞ സെക്കൻഡിൽ തന്നെ പറക്കും ദാസൻ കാലുയർത്തി ഒറ്റച്ചവിട്ട് റെജി ടി തോമസിന്റെ നെഞ്ചിൽ. ഇരുമ്പ് വടിയിലെ പിടിവിട്ട് അയാൾ പുറകിലേക്ക് തെറിച്ച് കരിമ്പിൻ തോട്ടത്തിലേക്ക് വീണു. വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാസൻ പറന്നു വന്നു. പക്ഷേ അടിവയറ്റിൽ ഇരുകാലുകളും ഉയർത്തിയുള്ള റെജിയുടെ ചവിട്ട് കിട്ടി ദാസന്. അയ്യോ!
അയാളുടെ കയ്യിൽ നിന്ന് ഇരുമ്പ് ദണ്ട് പിടിവിട്ട് കരിമ്പിൻ കാട്ടിലേക്ക് വീണു. അയാൾ റോഡിലേക്കും. റെജി ടി തോമസ് ചാടി എഴുന്നേറ്റു. ദാസന്റെ പുറത്തേക്ക് മറിഞ്ഞ് അയാൾ കൈ ചുരുട്ടി ഇടിച്ചു ദാസന്റെ മുഖത്ത്. തന്റെ മൂക്ക് പരന്നു പോയതുപോലെ തോന്നി ദാസന്. കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് റെജിയെ അയാൾ ഒരു വശത്തേക്ക് മറിച്ചു. ശേഷം റെജിയുടെ പുറത്തു കയറി ഇരുന്നു. അയാളുടെ വിരലുകൾ ഇരുമ്പ് കമ്പികൾ പോലെ റെജിയുടെ കഴുത്തിലമർന്നു. നീ ചാക്. പറക്കും ദാസൻ ഒരു ഗറില്ലയെ പോലെ വായ് പിളർന്നു. തന്റെ തൊണ്ട പൊട്ടുന്നത് പോലെ റെജി ടി തോമസിന് തോന്നി. പേപ്പട്ടിയെ പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ദാസൻ. തന്റെ മരണം റെജി ടി തോമസ് മുന്നിൽ കണ്ടു. അയാൾ ദാസന്റെ കൈകളിൽ നഖമിറക്കി പിടിവിടിവിക്കുവാൻ നോക്കി. കഴിഞ്ഞില്ല. റെജിയുടെ കണ്ണുകൾ തുറച്ചു വന്നു. ആ സെക്കൻഡിലാണ് കരിമ്പൻ തോട്ടത്തിലൂടെ വളവ് തിരിഞ്ഞ് 2 പ്രകാശഗോളങ്ങൾ വന്നത്. പറക്കും ദാസൻ വെട്ടിത്തിരിഞ്ഞു. അയാളുടെ കണ്ണിൽ ഒരു കല്ലുടക്കി. റെജിയുടെ കഴുത്തിലെ പിടിവിട്ട് ഞൊടിയിടയിൽ കുതിച്ചുയർന്ന ദാസൻ ആ കല്ലെടുത്തതും റെജിയുടെ വലതുകാൽ മുട്ടിൽ ആഞ്ഞിടിച്ചതും ഒന്നിച്ച് ചിരട്ട പൊട്ടുന്ന ശബ്ദം. റെജി ടി തോമസിന്റെ അലർച്ച കരിമ്പൻ തോട്ടത്തെ വിറകൊള്ളിച്ചു. അപ്പോഴേക്കും പ്രകാശഗോളങ്ങൾ അടുത്തു വന്നു. ഒരു പെട്ടിയോട്ടോ. പറക്കും ദാസൻ മിന്നൽ വേഗത്തിൽ കരിമ്പൻ തോട്ടത്തിലേക്ക് കുതിച്ചു ചാടി കാട്ടുപന്നിയെപ്പോലെ മറഞ്ഞു. ഓട്ടോയിൽ സൂര്യകാന്തിയും പരമശിവയുമായിരുന്നു. കോവിൽ കളവിലുള്ള ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു അവർ. റോഡിൽ കൈകുത്തി എഴുന്നേൽക്കാൻ ഭാവിക്കുന്ന റെജിയെ സൂര്യകാന്തി തിരിച്ചറിഞ്ഞു. അയ്യോ, റെജി സാറാണല്ലോ. നിലവിളി പോലെ ഒരു ശബ്ദം അവളിൽ നിന്നുയർന്നു. അച്ഛാ, ഞാനിപ്പം വരാം. അവൾ ഓട്ടോയുടെ ഡോർ തുറന്ന് പുറത്തു ചാടി. സാറേ. അവൾ അയാൾക്കരികിൽ ഓടിയെത്തി. കാന്തിയോ? റെജി കൈ നീട്ടി. അവൾ ആ കൈയിൽ പിടിച്ചുയർത്തി. റെജി ടി തോമസ് ഒറ്റക്കാലിൽ നിന്നു. വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയതുപോലെ വേദനയും ഭാരവും. ആരാ സാറേ അത്? വീഴാതിരിക്കാൻ സൂര്യകാന്തി അയാളെ താങ്ങിപ്പിടിച്ചു. അറിയില്ല. വേദന കൊണ്ട് റെജി ടി തോമസ് ഞരങ്ങി. സാറ് വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം. അച്ഛന് സുഖമില്ല. ഞങ്ങളും അങ്ങോട്ട് പോകാൻ വന്നതാ. അവൾ അയാളെ താങ്ങിക്കൊണ്ട് ഓട്ടോയുടെ പിന്നിലെത്തി. അവിടെ പെട്ടിയിൽ ഇരുത്തി. പിടിച്ചിരുന്നോണേ സാറേ. റെജി ടി തോമസ് ഇരുവശത്തുമുള്ള കമ്പിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂളി. ഇടയ്ക്കിടെ ഓരോ പെഗ് വിസ്കി അകത്താക്കിക്കൊണ്ട് പറക്കും ദാസനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് റേഞ്ചർ കാരണവർ കേശവ്. പുറത്ത് നേരിയ തോതിൽ മഴ ചാറാൻ തുടങ്ങി. പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ടു. കാരണവർ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് പറക്കും ദാസനായിരുന്നു. അയാൾ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അവന്റെ കയ്യും കാലും തല്ലിയൊടിച്ചല്ലോ അല്ലേ? കാരണവർ ആദ്യം തിരക്കിയത് അതാണ്. പറയാം. ദാസൻ അകത്ത് കയറി വാതിലടച്ചു. അയാളുടെ ആദ്യ നോട്ടം തന്നെ ടീപ്പോയിലിരിക്കുന്ന വിസ്കി കുപ്പിയിൽ പതിഞ്ഞു. മുന്നോട്ട് ചെന്ന അയാൾ കുപ്പി തുറന്ന് വായിലേക്ക് ചരിച്ചു. 2-3 കവിൾ അകത്താക്കിയിട്ടാണ് കുപ്പി തിരികെ വെച്ചത്. തുടർന്ന് ശ്വാസം വലിച്ചു വിട്ടു. അക്ഷമനായി നിൽക്കുകയാണ് കാരണവർ കേശവ്. ഒന്ന് പറഞ്ഞു തൊലയ്ക്കടാ. അവന്റെ ഒരു കാലേ ഒടിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ആ വഴിയെ ഒരു വണ്ടി വന്നു. പറക്കും ദാസൻ ഉണ്ടായ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അത്രയേ പറ്റിയിട്ടുള്ളെങ്കിൽ അത് മതിയടാ. ഏതായാലും ഇനി അവൻ 2-3 മാസത്തേക്ക് നടക്കത്തില്ലല്ലോ. കാരണവർക്ക് സന്തോഷമായി. അക്കാര്യം ഉറപ്പാ. പക്ഷേ വണ്ടിയിൽ വന്നവര് പോലീസിൽ വിവരം പറയും. അവര് തിരയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മുങ്ങുന്നതല്ലേ ബുദ്ധി. അതാ നല്ലത്. കാരണവർ ഫോണെടുത്ത് ഡ്രൈവർ സണ്ണിമോന്റെ സെല്ലിലേക്ക് മിസ് കോൾ കൊടുത്തു. ഏറിയാൽ 15 മിനിറ്റ്. അതിനുള്ളിൽ സണ്ണി വരും. കാരണവർ ഇരുന്നു. എതിരെ പറക്കും ദാസനും. സാറിന്റെ സുഹൃത്തുക്കൾ പത്തനംതിട്ട എന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് ദാസൻ തിരക്കി. അവര് വന്നു. ലോഡ്ജിൽ താമസിപ്പിച്ചിരിക്കുകയാ. കാരണവർ ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ തിരുകി. അരമണിക്കൂർ കഴിഞ്ഞിട്ടും സണ്ണിമോൻ വന്നില്ല. ആ പോത്ത് വെള്ളമടിച്ചിട്ട് കിടന്നുറങ്ങിക്കാണും. പെറുപെറുത്തുകൊണ്ട് കാരണവർ വീണ്ടും സണ്ണിമോന്റെ ഫോണിലേക്ക് വിളിച്ചു. ഇത്തവണ കോൾ എടുക്കുന്നതുവരെ കാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ബെല്ലടിച്ചു നിന്നിട്ടും അപ്പുറത്ത് ഫോൺ എടുത്തില്ല. അതോടെ കാരണവർ അസ്വസ്ഥനായി. താൻ വിളിക്കുന്നത് അറിഞ്ഞെങ്കിൽ കോൾ കട്ട് ചെയ്യുകയെങ്കിലും വേണ്ടതാണ്. ഇതിനർത്ഥം കാരണവർക്ക് സംശയമായി. ഒരു തവണ കൂടി അയാൾ വിളിച്ചു നോക്കി. അപ്പോഴും പഴയ അനുഭവം തന്നെ. താൻ നേരത്തെ പറഞ്ഞേൽപ്പിച്ച കാര്യമായതിനാൽ സണ്ണിമോനെ കാത്തിരിക്കേണ്ടെന്ന് അയാൾ ഓർത്തു. പെട്ടെന്ന് കാരണവർക്ക് ഒരാശയം തോന്നി. സണ്ണിമോൻ താമസിക്കുന്ന കാന്തല്ലൂരെ ലോഡ്ജിലെ ലാൻഡ് നമ്പറിലേക്ക് അയാൾ വിളിച്ചു. അപ്പുറത്ത് ഫോൺ എടുത്തു. ഹലോ. ഉറക്കച്ചടവോടെയുള്ള ഒരു പുരുഷ ശബ്ദം. സണ്ണിമോന്റെ റൂമിലേക്കൊന്ന് കണക്ട് ചെയ്യാമോ? അയാൾ തിരക്കി. 1 മിനിറ്റ് പറഞ്ഞിട്ട് അടുത്ത നിമിഷം അയാൾ അറിയിച്ചു. സണ്ണിമോൻ സാറ് എത്തിയിട്ടില്ലല്ലോ. റൂമിന്റെ കീ ഇവിടെ ഉണ്ട്. കാരണവർ ശക്തമായി ഞെട്ടി. ഇത്രയും നേരമായിട്ടും
അയാൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ വരുമ്പോൾ ആര് വിളിച്ചെന്ന് പറയണം? മറുതലക്കിൽ നിന്ന് ചോദ്യം. കാരണവർ ഉത്തരം പറഞ്ഞില്ല. പകരം കോൾ മുറിച്ചു. അവ്യക്തമായ ഒരു ഭീതിയും സംശയവും കാരണവരുടെ മനസ്സിൽ ചിലന്തി വല തീർത്തു. സണ്ണിമോൻ എവിടെയാണ്? അധ്യായം 31. എന്താ സാറേ മുഖം വല്ലാതെ? കാരണവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന പറക്കുംദാസൻ തിരക്കി. കാരണവർ അസ്വസ്ഥതയോടെ ഫോൺ ടീപ്പോയിലേക്കിട്ടു. എന്തോ വിഷയമുണ്ട് ദാസ. സണ്ണിമോൻ ഇതുവരെ ലോഡ്ജിൽ എത്തിയിട്ടില്ല. ദാസനിലും ഒരു നടുക്കമുണ്ടായി. അപ്പോൾ പോലീസുകാർ എന്നെ തിരിഞ്ഞു വന്നാൽ? കാരണവരുടെ കണ്ണുകൾ ചുവന്നു. ഏത് പോലീസായാലും എന്റെ ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ കാലുകൊത്തില്ലടാ. അങ്ങനെ വന്നാൽ അവന്റെയൊക്കെ കാല് ഞാൻ വെട്ടും. പിന്നെ നീയാണ് റെജിയെ ആക്രമിച്ചതെന്നുള്ളതിന് തെളിവില്ലല്ലോ. അതൊന്നുമില്ല സാറേ, എന്റെ മുഖം പോലും അവൻ കണ്ടിട്ടില്ല. എങ്കിലൊന്നുകൊണ്ടും നീ പരിഭ്രമിക്കണ്ട. ഈ ക്വാർട്ടേഴ്സ് നിനക്കൊരു ഷെൽട്ടർ ആയിരിക്കും. കാരണവർ വിസ്കി കുപ്പിയെടുത്ത് ദാസന് നീട്ടി. കോവിൽ കടവിലെ ആശുപത്രിയിലെത്തിയ പരമശിവയെയും റെജി ടി തോമസിനെയും വളരെ പെട്ടെന്ന് ഐസിയുവിലേക്ക് മാറ്റി. പുറത്ത് ആകാംക്ഷയോടെ സൂര്യകാന്തി കാത്തിരുന്നു. ആ സമയത്ത് തങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ റെജി ടി തോമസിന്റെ മൃതദേഹമേ ആളുകൾ കാണുമായിരുന്നുള്ളൂ എന്നവൾക്ക് തോന്നി. അവൾ ഫോണെടുത്ത് നോക്കി. അതിൽ മറയൂർ SI ബാഹുലേന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. സൂര്യകാന്തി ആ നമ്പറിലേക്ക് വിളിച്ചു. 4-5 തവണ ബെൽ മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ കോൾ എടുക്കപ്പെട്ടു. ഹലോ. ബാഹുലേയന്റെ ഉറക്കച്ചടവോടെയുള്ള ശബ്ദം. സാർ, ഞാൻ സൂര്യകാന്തിയാണ്. മാർക്കറ്റിൽ ഇറച്ചിക്കട നടത്തുന്ന. മനസ്സിലായി, പറയൂ കാന്തി. അവൾ റെജി ടി തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ ചോദ്യം വന്നു. അയാളെ ആക്രമിച്ചതാരാണെന്ന് കാന്തി കണ്ടോ? കണ്ടു സാർ, പക്ഷെ ആളിനെ വ്യക്തമായില്ല. അയാൾ കരിമ്പിൻ കാട്ടിലേക്ക് ചാടിക്കളഞ്ഞു. ഇപ്പോൾ തന്നെ തിരച്ചിലിന് ഞാൻ ഏർപ്പാട് ചെയ്യാം. പിന്നെ റെജി ശത്രുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വന്നാൽ അയാളോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അതിരാവിലെ വരാം. ശരി സാർ. സൂര്യകാന്തി കോൾ കട്ട് ചെയ്തു. ശേഷം ഐസിയുവിന്റെ വാതിൽക്കലേക്ക് നോക്കിയിരുന്നു. ജീപ്പ് ഒരിടത്ത് നിന്നുവെന്ന് സണ്ണിമോൻ മനസ്സിലാക്കി. ഇത്രയും നേരം അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറകിൽ ഇരിക്കുന്ന ആളുകൾ അയാളെ ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സണ്ണിമോൻ മുഖമുയർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഒരാൾ അയാളുടെ മുഖത്ത് ചവിട്ടി. അടങ്ങിയിരിക്കടാ അവിടെ. ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. അവിടെ മുഴുവൻ ഇരുളിൽ അമർന്നു. നിങ്ങളൊക്കെ ആരാ? തിരക്കുന്നതിനിടയിലും സണ്ണിമോൻ ഞരങ്ങി. പറഞ്ഞു വരുമ്പം നിന്റെ തന്തമാരാ. കാരണം പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണല്ലോ നിനക്ക്. മറുപടി വന്നത് ജീപ്പിന്റെ മുൻസീറ്റിൽ നിന്നാണ്. സണ്ണിമോൻ കടപ്പല്ലി ഞെരിച്ചു. ആനക്കോട്ട പാറയിൽ നിന്ന് ഇവിടെ വരെ എത്തുന്നതിനിടയിൽ ഇവന്മാർ തന്നെ എന്തുമാത്രം ഭേദ്യം ചെയ്തിരിക്കുന്നു. അതിനൊക്കെ എണ്ണി കണക്ക് ചോദിച്ചില്ലെങ്കിൽ താൻ പിന്നെ ആണാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ മുൻസീറ്റിൽ നിന്ന് നിർദ്ദേശം വന്നു. അവനെ വലിച്ചിറക്കടാ. ഉടൻ പിന്നിലിരുന്നവർ ചാടിയിറങ്ങി. ജീപ്പിന്റെ ഹാഫ് ഡോർ തുറന്നിട്ട് സണ്ണിമോനെ വലിച്ച് പുറത്തിട്ടു. ഒരു ചാക്കുകെട്ട് മറിക്കുന്നത് പോലെ. സണ്ണിമോന് വല്ലാതെ വേദനിച്ചു. എങ്കിലും നിലവിളിച്ചില്ല. മൺപൊടി കലർന്ന ഒരു കാറ്റ് വീശി. താനിപ്പോൾ കേരളത്തിലല്ലെന്ന് സണ്ണിമോന് തോന്നി. ജീപ്പിന്റെ മുൻസീറ്റിൽ നിന്ന് 2 പേർ കൂടി ഇറങ്ങി. കൊണ്ടുവാ പറഞ്ഞിട്ട് ഒരാൾ മുന്നിൽ നടന്നു. 2 പേർ സണ്ണിമോന്റെ കൈകൾ അഴിച്ചു ഉയർത്തി തങ്ങളുടെ തോളിലൂടെ ഇട്ടു. പിന്നെ മുന്നോട്ട് നടന്നു. അയാളുടെ കാലുകൾ നിലത്തുകൂടി വലിഞ്ഞു. ചതുര കണ്ണുകൾ കണക്കെ ഉണ്ടാക്കിയ ഒരു ഭാഗത്തേക്ക് അവര് സണ്ണിമോനെ എത്തിച്ചു. തുടർന്ന് നെഞ്ചിന് മുകളിൽ പൊക്കമുള്ള സിമന്റ് ഭിത്തിയിൽ ചാരി നിർത്തി. മങ്ങിയ വെളിച്ചത്തിൽ സണ്ണിമോൻ ചുറ്റും നോക്കി. ഒന്നും മനസ്സിലാകുന്നില്ല. മേൽക്കൂരയില്ലാത്ത ഏതോ സംഭവമാണ്. 5.5 അടി ഉയരത്തിൽ ചതുരക്കള്ളുകൾ തീർത്ത സിമന്റ് ഭിത്തികൾ. അതിനിടയിലൂടെ 3 അടി വീതിയിൽ നടപ്പാതയുണ്ട്. വല്ലാത്തൊരു തരം ദുർഗന്ധം അവിടെ തങ്ങി നിന്നു. സണ്ണിമോന് വല്ലാത്ത ഭീതിയായി. കുറച്ചകലെ ആകാശത്ത് എന്ന വണ്ണം നിരനിരയായി കത്തി നിൽക്കുന്ന ഏതാനും ലൈറ്റുകൾ കാണാം. ഇത് എവിടാ? അടുത്തു നിൽക്കുന്ന മങ്ങിയ മനുഷ്യരൂപങ്ങളെ സണ്ണിമോൻ നോക്കി. കേരളത്തിലല്ലടാ. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരത്തില്ല. ഒരാൾ പറഞ്ഞു. ദേ, ആ കാണുന്ന ലൈറ്റുകൾ അമരാവതി ഡാമിന് പുറത്തുള്ളതാ. സണ്ണിമോൻ വല്ലാതെ നടുങ്ങി. അപ്പോൾ താൻ നിൽക്കുന്ന ഈ സ്ഥലം? മറ്റൊരാൾ ചുണ്ടനക്കി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 2 ചെക്ക് പോസ്റ്റുകൾ കടന്ന നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്കുള്ള സ്വാധീനം നിനക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ? അയാൾ മിണ്ടിയില്ല. നേരത്തെ സംസാരിച്ച ആൾ തുടർന്നു. മോനെ സണ്ണി, ഇപ്പോൾ നിനക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിക്കാണുമെന്ന് ഞങ്ങൾക്കറിയാം. അഥവാ കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ. അയാൾ ഒരു ടോർച്ചെടുത്ത് ചതുരക്കള്ളികൾക്കുള്ളിലേക്ക് തെളിച്ചു.
ഏതാണ്ട് 10 അടി നീളവും 8 അടി വീതിയുമുള്ള മേൽക്കൂരയില്ലാത്ത മുറി പോലെ തോന്നിക്കുന്ന കള്ളികൾ. അതിനുള്ളിൽ നിറയെ മുതലകൾ, ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ളവ. 10ഉം 15ഉം കുഞ്ഞുങ്ങൾ അടങ്ങിയ ഭാഗവുമുണ്ട്. സണ്ണിമോന്റെ നട്ടെല്ലിനുള്ളിലൂടെ ഒരു പെരുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി. ഇത് അമരാവതിയിലെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമല്ലേ? ആ ശബ്ദം വിറച്ചു. മിടുക്കൻ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. അവർ ചിരിച്ചു. നിന്നെപ്പോലുള്ള വെട്ടുപോത്തുകൾക്ക് നല്ലത് ഇവിടെ തന്നെയാ. പിന്നെ നീ ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ടും കാര്യമില്ല. ഇവിടത്തെ ജീവനക്കാർ മുഴുവൻ കോവിഡ് പിടിച്ച് ക്വാറന്റൈനില്ല. പകൽ നേരത്ത് ആരെങ്കിലും വന്ന് മുതലകൾക്ക് തീറ്റ കൊടുത്തെങ്കിലായി. ഒരു വാഹനം പോലും ആ റോഡിലൂടെ വന്നില്ല. ഇനി ഞാനാരാണെന്ന് നിനക്കറിയണ്ടേ? ജീപ്പിന്റെ മുൻസീറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾ സണ്ണിമോന്റെ അടുത്ത് വന്നു. ശേഷം മൊബൈൽ തെളിച്ച് സ്വന്തം മുഖത്തിന് നേർക്ക് പിടിച്ചു. വിശ്വസിക്കാനായില്ല സണ്ണിമോന്. രാമസ്വാമി. അയാളുടെ ചുണ്ടനങ്ങി. അതേടാ, ഞാൻ ചത്തുപോയെന്ന് നീയൊക്കെ കരുതി. എന്നാൽ അങ്ങനെ ചാവാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. ചത്താൽ പിന്നെ നിന്നോടൊക്കെ ആര് കണക്ക് ചോദിക്കും? രാമസ്വാമി, എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും കാരണക്കാരൻ അയാളാ, ആ റേഞ്ചർ കാരണവർ സാർ. സണ്ണിമോൻ ദയനീയ ഭാവം അഭിനയിച്ചു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഇവനെയൊക്കെ ശരിയാക്കാൻ. സണ്ണിമോൻ മനസ്സിൽ കണക്ക് കൂട്ടി. രാമസ്വാമി അയാളുടെ താടിയിലൊന്ന് തട്ടി. ഇനി ഞങ്ങളാരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണവരും നീയും കൂടിയാ എല്ലാം ഒപ്പിച്ചതെന്ന് എനിക്കറിയാം. രാമസ്വാമി അന്തക്ഷോഭത്താൽ ശ്വാസം വലിച്ചു വിട്ടു. ആ പാവം സൂര്യകാന്തിയും അവളുടെ അച്ഛനും നിന്നോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തടാ. ആ പെണ്ണിനിത്തിരി സൗന്ദര്യം കൂടിപ്പോയത് അവളുടെ കുറ്റമാണോ? സണ്ണിമോൻ അനങ്ങിയില്ല. വാ തുറന്ന് പറയടാ. രാമസ്വാമിയുടെ സ്വരം മാറി. അല്ല, അയാൾ സമ്മതിച്ചു. നിനക്ക് കാട്ടുപോത്തിന്റെ രൂപവും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും മൂർഖൻ പാമ്പിന്റെ സ്വഭാവവും ഉണ്ടായത് നിന്റെ കുറ്റമാണോടാ? അല്ല. സണ്ണിമോൻ തലയാട്ടി. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. നല്ല കാര്യം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞതാ. എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പറക്കും ദാസൻ എന്ന മൊട്ടദാസൻ ഇപ്പോൾ എവിടെയുണ്ട്? അതിന് ഉത്തരം പറയാൻ അയാൾ മടിച്ചു. ജേക്കബേ, സമീറേ, രാമസ്വാമി വിളിച്ചു. അതിന്റെ അർത്ഥം ഇരുവർക്കും മനസ്സിലായി. അവർ സണ്ണിമോന്റെ കാലുകളിൽ പിടിച്ചുയർത്തി. അയാളുടെ ശരീരത്തിന്റെ പകുതി ഭാഗം ചീങ്കണ്ണികൾ കിടക്കുന്ന കൂട്ടിലേക്കും ബാക്കി പുറത്തേക്കുമായി ഭിത്തിക്ക് മുകളിൽ മലർന്ന അവസ്ഥയിലായി അയാൾ. താഴെ ചീങ്കണ്ണികൾ ഇഴയുന്നതിന്റെ ശബ്ദം കേട്ടു. കൈകൾ കൊണ്ട് അയാൾ അന്തരീക്ഷത്തിൽ ചുരമാന്തി. ഞാൻ പറയാം. ദാസനിപ്പോൾ കാരണവർ സാറിന്റെ അടുത്ത് കാണും. സണ്ണിമോൻ വിലപിച്ചു. ഇന്ന് എന്തിനാടാ അയാളെ വരുത്തിയത്? അത് പിന്നെ റെജി സാറിനെ. രാമസ്വാമി അമർത്തിമോളി. സണ്ണിമോനെ, നല്ലതിനായാലും ചീത്തയ്ക്കായാലും, മനുഷ്യനായാലും മൃഗങ്ങളായാലും പറവകളായാലും ബാക്ടീരിയകളായാലും ഓരോന്നിന്റെയും ജന്മത്തിന് ഒടേ തമ്പുരാൻ ഓരോ നിയോഗങ്ങൾ നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കൊല്ലാനും ചാവാനും നിയോഗങ്ങൾ കാണും. നമ്മൾ അറിഞ്ഞും അറിയാതെയും അത്തരം അന്ത്യവിധികൾ തേടിയെത്തും. അതിന് അതീതരല്ല ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ. രാമസ്വാമി ഒന്ന് നിർത്തി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാണ് ബാക്കി പറഞ്ഞത്. ഒരിക്കലും തകരില്ലെന്ന് കരുതുന്ന പാറക്കെട്ടുകൾ ഭൂമിയുടെ പ്രകമ്പനത്തിൽ അടർന്നു വീഴാറില്ലേ? ഒരിക്കലും പ്രളയമുണ്ടാകില്ലെന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളെ വെള്ളം വിഴുങ്ങാറില്ലേ? അതുപോലെ അധികാരത്തിന്റെ കാക്കിയുള്ളതിനാൽ ആരെയും പേടിക്കേണ്ടെന്ന് കരുതി നീ അഹങ്കരിച്ചു. നിന്റെ തിരിച്ചുപോക്കിന് സമയമായി. അതാണ് വിധി നിന്നെ ഞങ്ങളുടെ കൈകളിൽ എത്തിച്ചു തന്നത്. ആത്മാവ് എന്ന ഒന്നുണ്ടെങ്കിൽ നിനക്ക് പിന്നീടത് മനസ്സിലാകും. തൽക്കാലം വിട. ഈ ഭൂമിയിലെ നിന്റെ അഹങ്കാരങ്ങൾക്ക് അറുതി വരികയാണ്. രാമസ്വാമി തിരിഞ്ഞു നടന്നു. സമീറേ, ജേക്കബേ. അടുത്ത നിമിഷം അവർ ഇരുവരും കൂടി സണ്ണിമോന്റെ കാലുകൾ ഉയർത്തിവിട്ടു. ആ ശരീരം അകത്ത് പതിക്കുന്ന ശബ്ദം കേട്ടു. ഒപ്പം സണ്ണിമോന്റെ വിലാപവും. രാമസ്വാമി, എന്നെ കൊല്ലാൻ കൊടുക്കാതെടാ. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ലടാ. രാമസ്വാമി തിരിഞ്ഞു നോക്കി. പറയാൻ മറന്നു. ഇത് നിനക്ക് കുമ്പസരിക്കാനും പശ്ചാത്തപിക്കാനുമുള്ള സമയം കൂടിയാണ്. രാമസ്വാമിക്ക് പിന്നാലെ ജേക്കബും സമീറും മറ്റു രണ്ടുപേരും നടന്നുപോയി. ചതുരക്കല്ലുകൾക്കുള്ളിൽ അനേകം ജീവികൾ ചേർന്ന് ഒരു ഇരയെ കടിച്ചു കീർന്നതിന്റെയും ഇരയുടെ അമർന്നു പോകുന്ന പിടച്ചിലിന്റെയും ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അടുത്ത പ്രഭാതം. കോവിൽക്കടവിലെ ഹോസ്പിറ്റലിൽ ഭിത്തിയിലേക്ക് ചാരിയിരുന്ന് ഒന്ന് മയങ്ങിപ്പോയി സൂര്യകാന്തി. ആരോ വിളിക്കുന്നത് കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു നഴ്സ് നിൽക്കുന്നു. സിസ്റ്റർ. സൂര്യകാന്തി മുടി പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. പരിഭ്രമിക്കണ്ട. കാന്തി കൊണ്ടുവന്ന രണ്ടുപേരും ഇപ്പോൾ തൃപ്തികരമായ അവസ്ഥയിലാ. പിന്നെ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കാൽമുട്ടിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. എന്റെ അച്ഛന്. അവൾ പകുതിക്ക് നിർത്തി. അദ്ദേഹത്തിനും ഇപ്പോൾ കുഴപ്പമില്ല. നെഞ്ചിലേറ്റ ചതവാ കാരണം. എനിക്കൊന്ന് കാണാൻ കഴിയുമോ സിസ്റ്ററെ? പിന്നെന്താ, രണ്ടുപേരും ഒരേ റൂമിൽ ആക്കിയിരിക്കുകയാ.
നേഴ്സ് ഒരു വാതിലിന് നേർക്ക് കൈ ചൂണ്ടി. ഓടും പോലെ സൂര്യകാന്തി അവിടേക്ക് പോയി. 2 കിടക്കകളുള്ള റൂമായിരുന്നു അത്. ഒന്നിൽ പരമശിവയും അടുത്തതിൽ റെജിറ്റി തോമസും. ഇരുവരും കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. അച്ഛാ, അവൾ ആദ്യം പരമശിവയുടെ അടുത്തെത്തി. പേടിക്കാനൊന്നുമില്ലടി, ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. എപ്പോ പോകാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിക്കണേ. സൂര്യകാന്തിയുടെ കണ്ണുകൾ കുറുകി. ഡോക്ടർ എപ്പോൾ പോകാൻ പറയുന്നോ അപ്പോഴേ പോകുന്നുള്ളൂ. പരമശിവയുടെ മുഖം മങ്ങി. കാന്തി, പെട്ടെന്ന് റെജിറ്റി തോമസ് വിളിച്ചു. അവൾ അങ്ങോട്ട് തിരിഞ്ഞു. ഇന്നലെ ഒന്നും പറയാൻ പറ്റിയില്ല. താങ്ക്സ് കേട്ടോ. എന്തിന്? കാന്തിക്ക് മനസ്സിലായില്ല. കൃത്യസമയത്ത് ആ വഴി വരാൻ തോന്നിപ്പിച്ചതിന്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പരലോകത്ത് എത്തിയേനെ. ചിരിക്കുകയാണ് റെജി. കാന്തിക്ക് ശുണ്ഠി വന്നു. അങ്ങനെ താങ്ക്സ് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ സാറ് അച്ഛനോട് പറഞ്ഞോളൂ. അച്ഛന് നെഞ്ചുവേദന വന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ആ വഴി വന്നത്. അത് കേട്ട് പരമശിവയും റെജിറ്റി തോമസും പൊട്ടിച്ചിരിച്ചു. പൊടുന്നനെ വാതിലിൽ തട്ടുകേട്ടു. മൂവരും അങ്ങോട്ട് നോക്കി. SI ബാഹുലേയനും 2 കോൺസ്റ്റബിൾമാരും കടന്നു വന്നു. പരമശിവ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ ബാഹുലേയൻ തടഞ്ഞു. വേണ്ട ശിവേ, റെസ്റ്റ് എടുത്തോളൂ. തുടർന്ന് ബാഹുലേയൻ റെജിറ്റി തോമസിനോട് നടന്ന സംഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഹെൽമറ്റിൽ മുട്ട വന്ന് വീണു അല്ലേ? ബാഹുലേയന്റെ പുരികം ചുളിഞ്ഞു. ഡ്രൈവർ രാമസ്വാമിയുടെ ജീപ്പിലുമുണ്ടായിരുന്നു ഗ്ലാസിൽ മുട്ടയുടെ അവശിഷ്ടം. അപ്പോൾ രണ്ടിനും പിന്നിൽ ഒരാൾ തന്നെ. പറക്കും ദാസൻ എന്ന മൊട്ടദാസൻ അല്ലേ സാർ? റെജിറ്റി തോമസ് തിരക്കി. അയാളെക്കുറിച്ച് റെജിക്ക് എങ്ങനെ അറിയാം? ബാഹുലേയന് അത്ഭുതമായി. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്. രാമസ്വാമിയുടെ വിഷയമുണ്ടായപ്പോൾ ഒരു കൗതുകത്തിന് ഈ മുട്ടപ്രയോഗത്തെക്കുറിച്ച് ഞാൻ അവരോട് തിരക്കി. അവരിൽ നിന്നാ മൊട്ടദാസനെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. പക്ഷേ പോലീസ് റെക്കോർഡിൽ ദാസൻ മരിച്ചതായ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലൈഡർ സഫാരിക്കിടെ വാഗമൺ മലയിടുക്കുകളിൽ എവിടെയോ അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ മരിച്ചിട്ടില്ലെന്ന് റെജി പറഞ്ഞു. ബാഹുലേയൻ എന്തോ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് അയാൾ തിടുക്കത്തിൽ അറ്റൻഡ് ചെയ്തു. അങ്ങേ തലക്കൽ DYSP ഇർഫാൻ മുഹമ്മദ്. അല്പനേരത്തെ സംസാരം. ഫോൺ പോക്കറ്റിലിട്ടിട്ട് ബാഹുലേയൻ തിരിഞ്ഞു. റെജിയുടെ സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ സൂര്യകാന്തിയുടെ മൊഴിയും. DYSP സാർ ഇവിടേക്ക് വരുന്നുണ്ട്. പോലീസുകാരെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ച ശേഷം ബാഹുലേയൻ യാത്ര പറഞ്ഞു. എനിക്കല്പം തിരക്കുണ്ട്, പിന്നെ വരാം. എന്നാൽ വാതിൽക്കൽ എത്തിയിട്ട് ബാഹുലേയൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. റെജി, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ഇന്നലെ രാത്രി നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നോ? ചന്ദന മോഷ്ടാക്കളെ പിടിക്കാൻ? അതേക്കുറിച്ച് എനിക്കറിയില്ല. കാരണവർ സാർ ഫോണിൽ പറഞ്ഞതല്ലാതെ. ഓക്കെ. ബാഹുലേയൻ ഇറങ്ങിപ്പോയി. സമയം രാവിലെ 9:30. ഹോട്ടലിൽ നിന്ന് വരുത്തിയ ഭക്ഷണം അകത്തെ മുറിയിൽ വെച്ച് പറക്കും ദാസനും കൂടി വീതിച്ചു നൽകി റേഞ്ചർ കാരണവർ കേശവ്. ഒരു കാരണവശാലും നീ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുകയോ വെളിയിലിറങ്ങുകയോ ചെയ്യരുത്. ദാസന് അയാൾ മുന്നറിയിപ്പ് നൽകി. അലമാരയിൽ 2 കുപ്പി വിസ്കി ഇരിപ്പുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ആയി സാർ. ദാസൻ തലയാട്ടി. പക്ഷെ എപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ കഴിയും? പറയാം. അതിനൊക്കെ ചില പദ്ധതികൾ ഞാൻ ആവിഷ്കരിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് റേഞ്ചർ കാരണവർ കേശവ് യൂണിഫോം ധരിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം സെൽഫോൺ ഇരമ്പി. വാട്ട്? സെൽഫോൺ ആ കയ്യിലിരുന്ന് വിറകൊണ്ടു. അധ്യായം 32. റേഞ്ചർ കാരണവർ കേശവ് ഫോണിലേക്ക് തുറച്ചു നോക്കി. ഒരു നിമിഷം നിന്നു. അതിൽ നിന്ന് കേട്ട വാർത്ത അയാളുടെ കാതുകൾ കൊട്ടിയടയ്ക്കാൻ പാകത്തിലുള്ളതായിരുന്നു. തലച്ചോറിനുള്ളിലേക്ക് കടന്നൽക്കൂട്ടം പാഞ്ഞു കയറുന്നത് പോലെ. സാർ, എല്ലാം കണ്ടിരുന്ന പറക്കുംദാസൻ അമ്പരപ്പിൽ വിളിച്ചു. ഉറക്കം മുറിഞ്ഞത് കണക്കെ കാരണവർ അയാളെ തുറച്ചു നോക്കി. പിന്നെ തിടുക്കത്തിൽ വീണ്ടും ഫോൺ കാതിൽ ചേർത്തു. നിങ്ങൾക്കുറപ്പുണ്ടോ അത് അയാളാണെന്ന്? ഷുവർ സാർ. നമ്മൾ പലവട്ടം മറയൂരിൽ വെച്ച് കണ്ടിട്ടുള്ളതല്ലേ. മാത്രമല്ല അയാളുടെ ലൈസൻസും സമീപത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആളിനെ തിരിച്ചറിയാനേ കഴിയില്ലായിരുന്നു. ആ പരുവത്തില ചീങ്കണ്ണികൾ. ഹോ, നിർത്ത്. ബാക്കി കേൾക്കാനുള്ള കരുത്തില്ലാതെ കാരണവർ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കാതുപൊത്തി. പിന്നെ പെട്ടെന്നോർത്തതുപോലെ ഓർമ്മപ്പെടുത്തി. താൻ മാത്രമല്ലേ ആളിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ? അതെ സാർ, മറുപടി കേട്ടു. ഇക്കാര്യം മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ആ ലൈസൻസ് എന്റെ കയ്യിലാ കിട്ടിയത്. എങ്കിൽ അതാരെയും കാണിക്കണ്ട. മറ്റാരോടും ഒന്നും പറയുകയും വേണ്ട. എന്താ? ശരി സാർ. കോൾ മുറിച്ചിട്ട് കാരണവർ കേശവ് ശ്വാസം വലിച്ചു വിട്ടു. എന്താ സാറേ നടന്നത്? ആകാംക്ഷ അടക്കാനായില്ല പറക്കും ദാസന്. കാരണവർ അയാൾക്ക് നേരെ മെല്ലെ തിരിഞ്ഞു. സണ്ണിമോൻ മരിച്ചു.
അയാളുടെ ശബ്ദം ചിലമ്പി. എങ്ങനെ? എവിടെ വെച്ച്? പറക്കും ദാസൻ ഭീതിയോടെ ചാടി എഴുന്നേറ്റു. അമരാവതിയിൽ, ക്രൊക്കഡൈൽ പാർക്കിൽ. ചീങ്കണ്ണികൾ. സണ്ണിമോനെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത പോലെ താൻ ഫോണിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ അയാൾ ദാസനോട് ചുരുക്കി പറഞ്ഞു. എന്റെ ഒരു പരിചയക്കാരനാ വിളിച്ചത്. അയാൾക്ക് സണ്ണിമോനെ ശരിക്കറിയാം. സണ്ണി സാറിന് അങ്ങോട്ട് പോകേണ്ട കാര്യമെന്താ? അതും തമിഴ്നാടിന്. അക്കാര്യത്തിൽ യുക്തി ദാസന് പിടികിട്ടുന്നില്ല. പോയതല്ല, കൊണ്ടുപോയതാണെങ്കിലോ? ആരെങ്കിലും ബലമായിട്ട്? ദാസൻ സ്തബ്ധനായി. അയാളുടെ നട്ടെല്ലിനുള്ളിലൂടെ ഒരു പഴുതാര ഇഴഞ്ഞു. കണക്കുകൂട്ടി ചെയ്തതാ, കൊല്ലാൻ തന്നെ. കാരണവർ കേശവ് പറഞ്ഞു. ആര്? ദാസൻ കണ്ണു തള്ളി. അതാ ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വരും നമ്മളെ തേടി, നമ്മുടെ മുന്നിലേക്ക്. അയാളുടെ കടപ്പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. തന്റെ മേലെയും അപകടത്തിന്റെ ഒരു കഴുകൻ ചുറ്റിപ്പറക്കുന്നതായി ദാസന് തോന്നി. അപ്പോൾ കാരണവർ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഏതായാലും സണ്ണിമോൻ മരിച്ചു. ഇനി അതിന്റെ പിന്നാലെ പോയി പുലിവാലി പിടിക്കേണ്ട കാര്യമില്ല. ചത്തവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. കാരണവർ വേഗം ഓഫീസിലേക്ക് പോയി. കോവിൽക്കടവിലെ ആശുപത്രിയിലെത്തിയ ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദ് വിവരങ്ങളൊക്കെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി. തന്റെ സംശയം റെജി ഡിവൈഎസ്പിയോട് തുറന്നു പറഞ്ഞു. പറക്കും ദാസൻ എന്ന മൊട്ടദാസനെ പറ്റി. ഇർഫാൻ മുഹമ്മദ് ഒന്ന് മൂളി. പരമശിവയോടും സൂര്യകാന്തിയോടും യാത്ര പറഞ്ഞിട്ടാണ് അയാൾ മടങ്ങിയത്. മറയൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഉടൻ കാരണവർ കേശവനെ വിളിച്ചു. സാർ. കാരണവർ കോളെടുത്തു. എന്താ കാരണവരെ? നിങ്ങളുടെ ഒരു സബോർഡിനേറ്റിന് നേരെ ആക്രമണമുണ്ടായി. അയാൾ ഹോസ്പിറ്റലിലായിട്ടും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാത്തത്? ആർക്ക്? കാരണവർ ഒന്നും അറിയാത്ത ഭാവം നടിച്ചു. നിങ്ങളുടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി ടി തോമസിന്. ഞാൻ അറിഞ്ഞില്ല സാർ. റെജി ഏതോ ഹോസ്പിറ്റലിലാ. അത് പറയാം. അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ. ഇന്നലെ രാത്രി നിങ്ങൾ പ്ലാൻ ചെയ്ത ഓപ്പറേഷനിൽ പങ്കെടുക്കുമെന്ന് റെജി ഉറപ്പ് തന്നിരുന്നതല്ലേ? അയാൾ എത്തിച്ചേരാഞ്ഞിട്ടും നിങ്ങളെന്താ അന്വേഷിക്കാതിരുന്നത്? അപ്പുറത്ത് ഒരു പതർച്ച ഉണ്ടായെന്ന് ഇർഫാൻ മുഹമ്മദിന് ബോധ്യമായി. അത് പിന്നെ സാർ, ആ ഓപ്പറേഷൻ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തിരുന്നു. കാരണവർ അറിയിച്ചു. അതെന്താ? എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഫേക്കാണെന്ന് മനസ്സിലായി. ഡിവൈഎസ്പി സ്വയം ചിരിച്ചു. പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് കാരണവർ. അങ്ങനെയാണെങ്കിൽ ആ വിവരം നിങ്ങൾ റെജിയെ വിളിച്ച് പറയാതിരുന്നതെന്താ? അങ്ങനെ ഉണ്ടായില്ലെന്ന് റെജിയുടെ മൊഴിയിലുണ്ട്. കാരണവർ ഒന്നുകൂടി നിശബ്ദനായി. ശേഷം പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു. റെജി ഫോണെടുത്തില്ല. ഞാൻ കരുതി അയാൾ ഉറങ്ങിക്കാണുമെന്ന്. ഇന്നലെ നല്ല തണുപ്പായിരുന്നല്ലോ. അത് നേരാ. പിന്നെ നിങ്ങൾ എത്ര പേരാ ആ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നത്? 5 അല്ല 4 പേര്. കാരണവരുടെ ശബ്ദത്തിൽ പതർച്ച. അവരോട് എനിക്കൊന്ന് സംസാരിക്കണം. മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് കാരണവർ എന്നെ അറിയിക്കണം. സാർ. ഹാ, റെജി ടി തോമസ് കോവിൽക്കടവിൽ ഹോസ്പിറ്റലിലുണ്ട്. അത്രയും പറഞ്ഞിട്ട് ഇർഫാൻ മുഹമ്മദ് കോൾ കട്ട് ചെയ്തു. തന്നോട് താല്പര്യമുള്ള 3 പേരെ കാരണവർ അറേഞ്ച് ചെയ്ത് നിർത്തുമെന്ന് ഇർഫാൻ മുഹമ്മദ് ഉറപ്പിച്ചു. വെറുതെ ഒരു ചൂണ്ടയിട്ടതാണ്. തന്റെ സംശയം ശരിയാണെങ്കിൽ കാരണവർ ഉടൻ റെജിയെ കാണാൻ പോകും. അത് ശരിയായിരുന്നു. 15 മിനിറ്റിനുള്ളിൽ കാരണവർ കേശവ് കോവിൽക്കടവിലെ ഹോസ്പിറ്റലിൽ എത്തി. പരമശിവയും സൂര്യകാന്തിയും റെജിയോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ വരവ്. മൂവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ കാരണവരുടെ മുഖം കറുത്തു. പരമശിവയെയും സൂര്യകാന്തിയെയും തീർത്തും അവഗണിച്ച് അയാൾ റെജി ടി തോമസിന്റെ ബെഡിനോട് ചേർന്ന് നിന്നു. എന്നാലും റെജി, ഇങ്ങനൊരു സംഭവമുണ്ടായിട്ട് വല്ലവരും പറഞ്ഞു വേണോ ഞാൻ അറിയാൻ? വാക്കുകളിൽ പരിഭവം. സോറി സാർ. റെജി ചിരിച്ചു. സാറ് അറിഞ്ഞെന്ന് ഞാൻ കരുതി. ആര് പറയാൻ? താനെന്താ ഒന്ന് ഫോൺ പോലും ചെയ്യാഞ്ഞത്? അതിനുള്ള നേരം തന്നില്ല പറക്കും ദാസൻ. കാരണവരുടെ മുഖത്തൊരു ഞെട്ടൽ മിന്നിമാഞ്ഞു. പറക്കും ദാസനോ? അതാരാ? ഒരു ക്രിമിനലാ സാറേ. അയാളും റെജിയുമായിട്ടെന്ത് വിഷയം? കാരണവർ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചുകൊണ്ട് കസേരയിൽ ഇരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്നാൽ വിഷയമുള്ള മറ്റാരെങ്കിലും ദാസനെ പറഞ്ഞുവിട്ടതായി കൂടെ? കാരണവരുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ടാണ് റെജിയുടെ സംസാരം. എന്നുവെച്ചാൽ കൊട്ടേഷനോ? പിന്നല്ലാതെ. കാരണവരുടെ നെറ്റി വിയർക്കാൻ തുടങ്ങി. റെജിക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ? റെജി ചിന്തിക്കുന്നതായി ഭാവിച്ചു. തൽക്കാലം അതിന്റെ ആവശ്യമില്ല സാർ. ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദ് സാർ പറക്കും ദാസനെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. അയാൾ ഒളിച്ചിരിക്കുന്ന സ്പോട്ടും രക്ഷപ്പെടാൻ സാധ്യതയുള്ള വഴികളും വരെ. ഇനി ദാസന് രക്ഷയില്ല. വെറുതെ പറഞ്ഞതാണ് റെജി ടി തോമസ്. എന്നാൽ കാരണവർ കേശവ് ഞെട്ടിവിറച്ചു. അയാൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു.
ഡിവൈഎസ്പി ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് തന്നോട് ഫോണിൽ സംസാരിച്ചതെന്ന് കാരണവർ സംശയിച്ചു. ദാസനെ പോലീസിന് കിട്ടിക്കൂടാ, കിട്ടിയാൽ അതോടെ എല്ലാം തീർന്നു. CA സത്യനാഥിനെ തീർത്തത് വേറെ ടീമാണെങ്കിലും അതും ദാസന്റെ അക്കൗണ്ടിൽ വന്നു ചേരും. ദാസൻ തന്റെ പേരെങ്ങാനും പരാമർശിച്ചു പോയാൽ. കാരണവർ കേശവ് പെട്ടെന്ന് എഴുന്നേറ്റു. എനിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ രമൺ സത്യ സാറിനെ കാണണം. അങ്ങോട്ടിറങ്ങാൻ നേരത്ത റെജിയുടെ കാര്യം അറിഞ്ഞത്. അയാൾ തിടുക്കത്തിൽ വാതിൽക്കലേക്ക് നീങ്ങി. പിന്നെ തിരിഞ്ഞു നിന്നു. ഞാനും ഒന്ന് തപ്പി നോക്കാം റെജി, നീ പറഞ്ഞ ദാസനെ. പക്ഷേ അവന്റെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കയ്യിലുണ്ട് സാർ. റെജി പെട്ടെന്ന് തന്റെ വാട്സാപ്പിലേക്ക് സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥൻ സെൻഡ് ചെയ്ത പറക്കും ദാസന്റെ ഫോട്ടോ എടുത്തു കാണിച്ചു. ഫോണിലേക്ക് നോക്കിയ കാരണവർ ഒരിക്കൽ കൂടി നടുങ്ങി. ദാസന്റെ ഫോട്ടോ തന്നെ. ഇനി എത്രയും വേഗം അവനെ ക്വാർട്ടേഴ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അയാൾ പോകാൻ തുടങ്ങുമ്പോൾ സൂര്യകാന്തി തിരക്കി. കാരണവർ സാറെന്താ ഞങ്ങളെ കണ്ടിട്ടും ഒന്നും മിണ്ടാഞ്ഞത്? ഒന്നുമില്ലെങ്കിലും സാറ് കാരണമല്ലേ എൻ്റെ അച്ഛന് ആശുപത്രി വാസത്തിന് യോഗമുണ്ടായത്. കാരണവർ അവളെ രൂക്ഷമായെന്ന് നോക്കി. പിന്നെ പെട്ടെന്ന് നടന്നു മറഞ്ഞു. പറക്കും ദാസൻ മറയൂരിൽ തന്നെയുണ്ട് റെജി സാറേ. അതിന്റെ വെപ്രാളമാ കാരണവർ സാറിന്. സൂര്യകാന്തി മന്ത്രിച്ചു. അത് എനിക്കും മനസ്സിലായി. അയാൾ ഫോണെടുത്ത് ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദിനെ വിളിച്ചു. മറയൂർ ടൗൺ എന്ന മണ്ണാരപ്പെട്ടിയിൽ നിന്ന് കാരണവർ കേശവ് ബൊലേറോ വലത്തേക്ക് വെട്ടിച്ചു തിരിച്ചു. പൊടുന്നനെ അയാളുടെ കണ്ണുകൾ കുറുകി. ടൗണിന്റെ പല ഭാഗത്തും പോലീസ്. VVIPകളൊന്നും ഇന്ന് ആ വഴി വരുന്നുമില്ല. സാധാരണ 3-4 പോലീസെ ടൗണിൽ ഡ്യൂട്ടിക്ക് കാണൂ. പറക്കും ദാസനെയാണ് അവർ കാത്തു നിൽക്കുന്നതെന്ന് കാരണവരുടെ 6ാം ഇന്ദ്രിയം മന്ത്രിച്ചു. ഓഫീസിലേക്ക് പോകാതെ അയാൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് വണ്ടി വിട്ടു. ദാസനോട് തൽക്കാലം ഈ വിവരം പറയേണ്ടെന്നും തീരുമാനിച്ചു. പറഞ്ഞാൽ അയാൾ കൂടുതൽ പരിഭ്രാന്തനാകും. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അയാൾ പോലീസിന്റെ വലയിലാവുകയും ചെയ്യും. പോർച്ചിൽ ബൊലേറോ നിർത്തിയിട്ട് കാരണവർ പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് വാതിൽ തുറന്നു. അകത്ത് കയറിയ ഉടനെ വാതിലടച്ച് ലോക്കുമിട്ടു. പറക്കും ദാസൻ അവിടെയുള്ളതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. കാരണവർ സംശയത്തോടെ ഓരോ മുറിയിലും കയറി ഇറങ്ങി. അവസാനം കണ്ടു, അകത്തെ മുറിയിൽ സുഖസുഷുപ്തിയിലാണ് ദാസൻ. അയാളെ വിളിച്ചുണർത്താതെ കാരണവർ പിന്നോട്ട് മാറി. പൊടുന്നനെ കാരണവരുടെ തലച്ചോറിൽ ഒരാശയം മിന്നി. അയാൾ ഫോണെടുത്ത് പത്തനംതിട്ടയിൽ നിന്ന് വന്ന തന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. റൂം വെക്കേറ്റ് ചെയ്യേണ്ടെന്നും തന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഭക്ഷണ പാക്കറ്റുകളും വാങ്ങി എത്താനും നിർദ്ദേശിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ 4 പേരും എത്തി. കാര്യങ്ങൾ അവർക്ക് മുന്നിൽ വിശദീകരിച്ചിട്ട് കാരണവർ പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ മടങ്ങണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹണ്ടിങ്ങിന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ പോകുമ്പോൾ ഒപ്പം ദാസനെയും കൊണ്ടുപോകണം. അതാകുമ്പോൾ ആരും സംശയിക്കത്തില്ല. സുഹൃത്തുക്കളുടെ മുഖം മ്ലാനമായി. അത് ശ്രദ്ധിച്ച ശേഷം കാരണവർ പറഞ്ഞു, പക്ഷെ ഇന്ന് രാത്രി നമ്മൾ മറ്റൊരു ഹണ്ടിങ് നടത്തും. ഇനി അത് നീട്ടിവെക്കാൻ പറ്റത്തില്ല. രണ്ടും കൽപ്പിച്ചൊരു വേട്ടക്കിറങ്ങുകയാ ഞാനും. കാര്യം മനസ്സിലാകാതെ സുഹൃത്തുക്കൾ പരസ്പരം നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ലേ അതിസുന്ദരിയായ ഒരു പേടമാനിനെ കുറിച്ച്? സൂര്യകാന്തി. എന്റെ എല്ലാ പരാജയത്തിന്റെയും കാരണക്കാരി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവളാ. ഇന്ന് നമ്മൾ അവളെ കെണിവെച്ച് പിടിക്കും. അവിടെ ശവം പോലും പിന്നെ ആരും കാണത്തില്ല. കാരണവർ അറിയിച്ചു. അതോടെ സുഹൃത്തുക്കളുടെ മുഖം തെളിഞ്ഞു. കാരണവർ സാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ വേട്ട നമ്മുടെ സർവീസ് ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവമായിരിക്കും, ഒരാൾ പറഞ്ഞു. കാരണവർ പോയി പറക്കും ദാസനെ വിളിച്ചുണർത്തി. സുഹൃത്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന പാഴ്സലും മദ്യവും ചേർത്ത് അവർ ഉച്ചഭക്ഷണം ഗംഭീരമാക്കി. അതിനുശേഷം വിഷയം പറക്കും ദാസനോട് അവതരിപ്പിച്ചു. അയാൾക്കും സന്തോഷമായി. സാറന്മാര് കൂടെയുണ്ടെങ്കിൽ ദാസൻ മുന്നിൽ കാണും. അവർ പദ്ധതികൾ മെനയാൻ തുടങ്ങി. ഇതിനിടെ 2-3 വട്ടം പോലീസ് വാഹനം റോഡിലൂടെ പോകുന്നത് ജനാലയിലൂടെ കാരണവർ കണ്ടു. അവരുടെ സംശയം തീർക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ദാസനോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിച്ചിട്ട് കാരണവർ 5 കസേരകളെടുത്ത് മുറ്റത്തിട്ടു. പിന്നെ അയാളും പത്തനംതിട്ടയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ദാസൻ ഇവിടെയുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ലെന്ന് പോലീസ് വിചാരിച്ചോളുമെന്നാണ് അയാളുടെ കണക്കുകൂട്ടൽ. അടുത്ത തവണ അതുവഴി വന്ന ബൊലേറോയിൽ നിന്ന് SI ബാഹുലയൻ ഉണ്ടായിരുന്നു. അയാൾ കാരണവരെയും സുഹൃത്തുക്കളെയും കാണുകയും അക്കാര്യം ഡിവൈഎസ്പിയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ബാഹുലയ, ഇർഫാൻ മുഹമ്മദിന്റെ ശബ്ദം ഫോണിൽ SI കേട്ടു. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ പറക്കും ദാസൻ അവിടെ തന്നെ കാണും.
ഇല്ലെന്ന് സ്ഥാപിക്കാനുള്ള കാരണവരുടെ തന്ത്രമായി കൂടെ അത്. സാർ, എങ്കിൽ നമുക്ക് അയാളുടെ ക്വാർട്ടേഴ്സിൽ കയറി പരിശോധിച്ചാലോ? ബാഹുലേയന് ആവേശമായി. പാടില്ല, അഥവാ ദാസനെ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഷെയിം നമ്മൾക്കാ സാർ. അവർ മൊത്തം 5 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ, അതെ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്ര പേർ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നോ പുറത്തേക്ക് വരുന്നോ എന്ന് കൃത്യമായും അറിയണം. സാർ, നേച്ചർ പാർക്കിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനടുത്തും താഴെ അരുണാക്ഷി അമ്മൻ കോവിലിനടുത്തും അവരുണ്ട്. വെരി ഗുഡ്. ഇന്ന് നമ്മുടെ വലയിൽ പറക്കും ദാസൻ വീണിരിക്കണം. സാർ, ബാഹുലേയൻ കോൾ കട്ട് ചെയ്തു. ആ സമയം കാരണവരുടെ ഫോണിലേക്ക് കോൺസ്റ്റബിൾ പ്രഭാകരൻ വിളിച്ചു. ആ പ്രഭാകര. കാരണവരുടെ മുഖം തെളിഞ്ഞു. പ്രഭാകരൻ അല്പനേരം എന്തൊക്കെയോ സംസാരിച്ചു. കാരണവരുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. ആ, ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് കാരണവർ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് സുഹൃത്തുക്കളെ നോക്കി. പറക്കും ദാസന്റെ വിഷയം പോലീസ് പ്രസ്റ്റീജ് ഇഷ്യൂവായി എടുത്തിരിക്കുകയാ. നമുക്ക് ചുറ്റും ഷാഡോ പോലീസ് ഉണ്ട്. എങ്കിൽ നമ്മൾ ആരാണെന്ന് അവരെ അറിയിച്ചിട്ട് തന്നെ കാര്യം. പോലീസാണോ ഫോറസ്റ്റുകാരാണോ മിടുക്കന്മാരെന്ന് ഇന്ന് നമ്മൾ തെളിയിക്കും. പത്തനംതിട്ടയിൽ നിന്ന് വന്നവർക്ക് വാശിയായി. എങ്ങനെ? കാരണവർ നെറ്റിച്ചുളിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേരെ സാറേ. എന്നിട്ട് സാറ് ചുമ്മാ ഇരുന്നാൽ മതി. ഒരാൾ ഉറപ്പു നൽകി. കാരണവരുടെ മുഖം തെളിഞ്ഞു. സമയം സന്ധ്യ. ഷാഡോ പോലീസ് ജാഗരൂകരായി. നേച്ചർ പാർക്കിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരത്തിന്റെ നൂറുകണക്കിന് വേരുകൾ ഭൂമിയിൽ ആണ്ടു നിൽക്കുകയാണ്. അവിടെ ലൈറ്റുകൾ തെളിഞ്ഞു. അന്ന് ടൂറിസ്റ്റുകൾ ധാരാളമുണ്ടായിരുന്നു. കുട്ടികൾ വേരുകൾക്കിടയിലൂടെ ചാടിമറിയുകയും വേരുകളിൽ തൂങ്ങുകയും ഒളിച്ചു കളിക്കുകയും ചെയ്യുന്നു. അവർക്കിടയിൽ കാരണവരുടെ ക്വാർട്ടേഴ്സിലേക്ക് കണ്ണുനട്ട് ഷാഡോ പോലീസിലെ 4 പേർ. പെട്ടെന്നവർ കണ്ടു. പുറത്തിരുന്ന 5 പേരും ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് ബൊലേറോയിൽ കയറുന്നു. ബൊലേറോ ഗേറ്റ് കടന്നു പോയി. പെട്ടെന്ന് ഒരാൾ വന്ന് ക്വാർട്ടേഴ്സിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. ആറാമൻ. അയാൾ വേഗം വാതിലടച്ചു. അപ്പോൾ തന്നെ ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദിന് മെസ്സേജ് പാഞ്ഞു. കൃത്യം 15 മിനിറ്റ്. 2 പോലീസ് വാഹനങ്ങൾ ഇരച്ചു വന്ന് ഗേറ്റിലൂടെ അകത്ത് കയറി ബ്രേക്കിട്ടു. അതിൽ നിന്ന് ചാടിയിറങ്ങിയ പോലീസ് സംഘം ക്ഷണനേരത്തിനുള്ളിൽ ക്വാർട്ടേഴ്സ് വളഞ്ഞു. അധ്യായം 33. ഡിവൈഎസ്പി ഇർഫാൻ മുഹമ്മദ് ചുറ്റുമൊന്ന് നോക്കി. റേഞ്ചർ കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സിന്റെ പിൻവാതിലിന് പുറത്തും പോലീസ് കരുതലോടെ നിലയുറപ്പിച്ചിരുന്നു. ഇർഫാൻ മുഹമ്മദ് മുന്നോട്ട് നീങ്ങി കെയിൻ കൊണ്ട് വാതിൽ മുട്ടി. 4-5 തവണ. വാതിലിന്റെ കൊളുത്തെടുക്കുന്ന ശബ്ദം കേട്ടു. തന്റെ പിന്നിൽ നിൽക്കുന്ന എസ് ഐ ബാഹുലേയനും പോലീസുകാർക്കും ഇടം കൈകൊണ്ട് ഒരടയാളം നൽകി ഇർഫാൻ മുഹമ്മദ്. വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ആളിനെ കണ്ട് ഡിവൈഎസ്പി വിളറിപ്പോയി. റേഞ്ചർ കാരണവർ കേശവ്. എന്താണ് സാർ രാത്രിയിൽ അപ്രതീക്ഷിതമായി ഒരു വരവ്? കാരണവർ അത്ഭുതം ഭാവിച്ചു. മറുപടി നൽകാൻ ഇർഫാൻ മുഹമ്മദ് ഏതാനും സെക്കൻഡുകൾ എടുത്തു. അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ കാരണവരെ ഈ നാട്ടിൽ. കാരണവർ തലയാട്ടി. അകത്തേക്കിരിക്കാം സാർ. ഒന്ന് മൂളിയിട്ട് ഡിവൈഎസ്പി അകത്ത് കയറി. തൊട്ടുപുറകെ ബാഹുലേയനും. കാരണവരുടെ ബൊലേറോ അല്പം മുമ്പ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഞാൻ കരുതി താനിവിടെ ഇല്ലായിരിക്കുമെന്ന്. കസേരയിൽ ഇരിക്കുന്നതിനിടയിൽ ഇർഫാൻ മുഹമ്മദ് പറഞ്ഞു. സാറ് കണ്ടത് നേരാ. എന്റെ ചില കൂട്ടുകാർ പത്തനംതിട്ടയിൽ നിന്ന് വന്നിരുന്നു. സർവീസിലുള്ളവർ തന്നെയാ. അവർ കോവിൽക്കടവിലെ ബിവറേജസ് വരെ പോയതാ സാധനം വാങ്ങാൻ. അവരെ ആകുമ്പം ഇവിടെ ആരും അറിയില്ലല്ലോ. ഡിവൈഎസ്പിക്കെതിരെ കാരണവരും ഇരുന്നു. ബാഹുലേയൻ ഉൾവാതിലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ നിന്നു. അല്ല, സാർ വന്ന കാര്യം പറഞ്ഞില്ല. കാരണവർ തിരക്കി. എത്ര സുഹൃത്തുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നിരുന്നു? ഇർഫാൻ മുഹമ്മദ് കാരണവർ കേശവിന്റെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. 4 പേര്. എന്താ സാറേ? പറയാം. പക്ഷെ ബൊലേറോയിൽ 5 പേർ ഉണ്ടായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. കാരണവർ ചിരിച്ചു. ഇരുട്ടത്ത് അങ്ങനെ തോന്നിയതായിരിക്കും സാറിന്. ഇർഫാൻ മുഹമ്മദ് എഴുന്നേറ്റു. ശരിയായിരിക്കും. സാറ് വന്ന കാര്യം പറഞ്ഞില്ല. കാരണവർ ഓർമ്മപ്പെടുത്തി. ഇനി പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടും കാര്യമില്ല. മൊട്ടദാസനെന്നോ പറക്കം ദാസനെന്നോ ഒക്കെ വിളിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ കാരണവരുടെ സംരക്ഷണയിലുണ്ടെന്ന് ഒരു അനോണിമസ് കോൾ വന്നു. അത് നേരിൽ തിരക്കിയേക്കാം എന്ന് കരുതി. കാരണവർ പൊട്ടിച്ചിരിച്ചു. ക്രിമിനലുകളുമായി എനിക്കെന്ത് ബന്ധം സാർ? അതാ ഞാനും ചിന്തിക്കുന്നത്. ഇർഫാൻ മുഹമ്മദും എസ് ഐ ബാഹുലേയനും പുറത്തിറങ്ങി. വീടൊന്ന് പരിശോധിച്ചാലോ സാറേ? ബാഹുലേയൻ ശബ്ദം താഴ്ത്തി. വേണ്ട. ദാസനെ കാരണവർ ഇവിടുന്ന് മാറ്റി. ഇർഫാൻ മുഹമ്മദ് പറഞ്ഞ നിമിഷത്തിൽ ഗേറ്റ് കടന്ന് ബൊലേറോ വെട്ടിത്തിരിഞ്ഞ് കയറി വന്നു.
പോലീസ് ജീപ്പിന് പിന്നോട്ടെടുക്കാൻ പാകത്തിൽ അത് നിന്നു. 4 പേർ ഏതാനും സഞ്ചികളുമായി ഇറങ്ങി. പോലീസിന്റെ 2 വാഹനങ്ങളും അവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാരണവർ കടപ്പല്ലമർത്തി. അവന്റെ അമ്മയുടെ അനോണിമസ് കോള്. കാരണവരെയാ കളി പഠിപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വന്നവർ പാക്കറ്റുകളുമായി അകത്ത് കയറി. ദാസനെ ഇവിടെ കൊണ്ട് വിട്ടു. കാരണവർ അവരെ നോക്കി. കുരിശുമലയിൽ ഒരാൾ അറിയിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ ഇറങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. കാരണവർ തലയാട്ടി. കോവിൽക്കടവ് ഹോസ്പിറ്റലിൽ പരമശിവയ്ക്കും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റജി ടി തോമസിനും അരികിലുണ്ടായിരുന്നു സൂര്യകാന്തി. കാന്തി രാത്രിയിൽ ഇവിടെ ഇരിക്കണമെന്നില്ല, വീട്ടിലേക്ക് പൊയ്ക്കോ, നാളത്തെ കച്ചവടം മുടക്കണ്ട, റജി ടി തോമസ് പറഞ്ഞു. അതെ, അതാ നല്ലത്. പരമശിവയും അതിനെ അനുകൂലിച്ചു. അത് ശരിയാവത്തില്ല അച്ഛാ. സൂര്യകാന്തി മടിച്ചു. എന്താ, ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയാൻ കാന്തിക്ക് പേടിയാണോ? റജി ടി തോമസിന്റെ ചോദ്യത്തിൽ സൂര്യകാന്തിക്ക് ജാള്യത തോന്നി. പേടിയോ? എനിക്കോ? അവൾ ചിരിച്ചു. ഞാൻ വേണമെങ്കിൽ ദൊരയ്യനെ വിളിച്ചു പറയാം, ഇന്ന് നേരത്തെ വന്ന് അവിടെ താമസിക്കാൻ, പരമശിവ പറഞ്ഞു. എന്തായാലും അർദ്ധരാത്രി കഴിയുമ്പോൾ അവൻ ജോലി തുടങ്ങേണ്ടതല്ലേ? ദൊരയ്യൻ സാധാരണ വരുന്ന സമയത്ത് വന്നാൽ മതി അച്ഛാ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്ക് പേടിയൊന്നുമില്ല. റജി ടി തോമസിന് കൂർത്ത ഒരു നോട്ടം സമ്മാനിച്ചിട്ടാണ് അവൾ അത് പറഞ്ഞത്. ചിരി വന്നെങ്കിലും റജി പുറത്ത് കാണിച്ചില്ല. സൂര്യകാന്തി ഇരുവരോടും യാത്ര പറഞ്ഞിറങ്ങി. അവൾ പെട്ടിയോട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും വാച്ച്മാൻ ഫോണെടുത്ത് റേഞ്ചർ കാരണവർ കേശവനെ വിളിച്ചു. കുരിശുമലയ്ക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചാരുബെഞ്ചിൽ പറക്കും ദാസൻ മലർന്നു കിടന്നു. കുന്നിന്റെ ഉയരം കാരണം നക്ഷത്രക്കൂട്ടങ്ങൾ കൈനീട്ടി തൊടാൻ പറ്റിയ അകലത്തിലാണെന്ന് തോന്നുമായിരുന്നു. താഴെ കോവിൽക്കടവിലും പരിസര പ്രദേശങ്ങളിലും പിടിവിട്ട് വീണ് കിടക്കുന്ന നക്ഷത്രങ്ങളായി അനേകം ലൈറ്റുകൾ കാണാം. നല്ല നിലാവുണ്ടായിരുന്നു. ഒരു കുപ്പി മദ്യം കൂടി എടുക്കേണ്ടതായിരുന്നു. ദാസൻ പിറുപിറുത്തു. മലയുടെ മുകളിൽ നിന്ന് ഗ്ലൈഡറിൽ കോവിൽക്കടവ് വരെ ഒന്ന് പറക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അത് പക്ഷേ പോലീസ് തന്നെക്കുറിച്ചുള്ള അന്വേഷണം മതിയാക്കിയതിന് ശേഷം മാത്രം. ദാസൻ കിടന്നുകൊണ്ട് തന്നെ ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരുകി തീ പിടിപ്പിച്ചു. ഊതിവിട്ട പുക തണുത്ത അന്തരീക്ഷത്തിൽ ലയിക്കാൻ മടിച്ചു നിന്നു. കാരണവർ സാറിന്റെ ഒപ്പം ഇന്നത്തെ വേട്ട കഴിഞ്ഞാൽ കുറച്ചുകാലം ഇവിടെ നിന്ന് അകന്നു നിൽക്കണം. സണ്ണിമോൻ സാറിനെ വകവരുത്തിയവൻ തന്റെ പിന്നാലെയും വന്നു കൂടായികയില്ല. ഉറങ്ങിയോടാ ദാസ? പൊടുന്നനെ ഒരു ചോദ്യം കേട്ട് പറക്കും ദാസൻ നടുങ്ങി. സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അയാൾ ചാടി എഴുന്നേറ്റു. തനിക്ക് ചുറ്റുമായി പാറപ്പുറത്ത് 6 പേർ ഇരിക്കുന്നു. ആരാ? ദാസന്റെ ശബ്ദത്തിൽ ഭയം കലർന്നു. കാരണവർ സാറ് പറഞ്ഞു വിട്ടതാടാ കൂവേ, നിന്റെ സെക്യൂരിറ്റിക്ക് ഒരാൾ പറഞ്ഞു. ദാസന് പക്ഷേ അതിൽ വിശ്വാസം തോന്നിയില്ല. മര്യാദയ്ക്ക് സത്യം പറയുന്നതാ നല്ലത്. ദാസൻ അരയിൽ തടവി. കത്തി ഭദ്രമായുണ്ട്. ഞങ്ങൾ പറയുന്നത് സത്യം. അത് പിന്നെയും എങ്ങനെ ദാസ സത്യമാക്കി പറയുന്നത്? മറ്റൊരാൾ ചോദിച്ചു. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു, നിനക്ക് പ്രിയപ്പെട്ട ഒരു സാധനവുമായിട്ടാടാ ഞങ്ങൾ വന്നിരിക്കുന്നത് മുട്ടയെ. ഇപ്പോൾ ദാസന് അപകടം പൂർണ്ണമായി മനസ്സിലായി. കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുമൊഴിഞ്ഞു. താഴെ ക്ഷേത്ര നിർമ്മാണം നടന്ന ഭാഗത്തേക്ക് മാത്രമേ ഓടാൻ കഴിയൂ. ബാക്കി 3 ഭാഗത്തും ചരിഞ്ഞ പാറയാണ്. അതുവഴി ഓടിയാൽ കാലുവഴുതി ശിരസിടിച്ച് വീഴുമെന്നുറപ്പ്. പറക്കും ദാസൻ പെട്ടെന്ന് കത്തിയെടുത്തു. എന്നെ നിനക്കൊന്നും ശരിക്കറിയത്തില്ല. ചുറ്റും നിന്നവർ പൊട്ടിച്ചിരിച്ചു. ആ ശബ്ദം അശരീരി പോലെ ദാസന് തോന്നി. നിന്നെ അറിയാവുന്നത് കൊണ്ടല്ലേ ദാസ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവുമായി ഞങ്ങൾ വന്നത്, മുട്ടയെ. ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞു നിർത്തിയതും ചുറ്റും നിന്ന 6 പേരും മുട്ടകൾ കൊണ്ട് ഒരേ സമയം ദാസനെ എറിയാൻ തുടങ്ങി. അയാളുടെ മുഖത്തും ശിരസിലും നെഞ്ചിലും പുറത്തുമൊക്കെ തുരുതുരെ മുട്ടകൾ വന്നിടിച്ച് ഉടഞ്ഞു. ദാസൻ കൈകൊണ്ട് മുഖം വടിച്ചു. കൺപീലികളിൽ കുഴഞ്ഞു പറ്റിയ മുട്ട കാരണം കണ്ണുകൾ ശരിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിർത്തിനിട നായിന്റെ മക്കളെ! അലറിക്കൊണ്ട് ദാസൻ വട്ടം തിരിഞ്ഞ് ഒപ്പം കത്തി ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരാൾ ആ കയ്യിൽ പിടിച്ചു. മറ്റൊരാൾ കുനിഞ്ഞ് ദാസന്റെ കാലുകളിൽ പിടിച്ചു വലിച്ചു. അയ്യോ! ദാസൻ പാറയിൽ മലർന്നു വീണു. എന്നിട്ടും കത്തിയിലെ പിടിവിട്ടില്ല. കയ്യിൽ പിടിച്ചയാൾ പാറയിലേക്ക് ചേർത്തമർത്തി. മറ്റൊരാൾ ഒരു വലിയ കല്ലുയർത്തി ഒറ്റയിടി. തേങ്ങ ഉടയുന്നത് പോലെ ഒരു ശബ്ദം. അമ്മേ! ദാസന്റെ കരച്ചിൽ പാറയ്ക്കുമീതെ പരന്നു. അയാളുടെ കൈപ്പത്തിയിലെ അസ്ഥികൾ ചിതറിപ്പോയിരുന്നു. മാംസം വിരലുകളിൽ നിന്ന് പറഞ്ഞ് ചോര ചീറ്റി. വലിയൊരു ചുവന്ന ചിലന്തി പിടയുന്നത് പോലെ ദാസന്റെ കൈ തുള്ളി വിറച്ചുകൊണ്ടിരുന്നു. കൊല്ലരുത്! അതിനിടെ അയാൾ യാചിച്ചു. നിന്നെ കൊല്ലരുത്, പക്ഷെ നിനക്ക് കൊല്ലാം അല്ലട നായിന്റെ മോനെ.
ചീറിക്കൊണ്ട് ഒരാൾ ദാസന്റെ തലയ്ക്കൽ കുത്തിയിരുന്നു. ശേഷം മൊബൈൽ വെളിച്ചത്തിൽ തന്റെ മുഖം കാണിച്ചു. സൂക്ഷിച്ചു നോക്കടാ. മുട്ടയുടെ വഴുക്കലുകൾക്കിടയിലും ദാസൻ ആ മുഖം തിരിച്ചറിഞ്ഞു. രാമസ്വാമി. അയാളുടെ ചുണ്ടനങ്ങി. അതേടാ, ഞാൻ ചത്തെന്ന് നീയും നിന്റെ റേഞ്ചറുമൊക്കെ കരുതി. പക്ഷേ ഞാനങ്ങനെ ചാകുന്നവനല്ലടാ. ഞാൻ ചത്താൽ നിന്നോടിങ്ങനെ കണക്ക് ചോദിക്കാൻ ആരുണ്ടെന്ന് ഒടേ തമ്പുരാൻ സംശയിച്ചു കാണും. രാമസ്വാമി ശ്വാസം വലിച്ചു വിട്ടു. അതുകൊണ്ടായിരിക്കും കൊക്കയിലേക്ക് നീ പറഞ്ഞുവിട്ട ജീപ്പിൽ നിന്ന് ഞാൻ തെറിച്ചു പോയതും മരശിഖരത്തിൽ കുരുങ്ങിക്കിടന്നതും. ഞാൻ ചത്തെന്ന് കരുതി നീയൊക്കെ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയാടാ ഇതുവരെ ആർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്. പിന്നെ നിന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ തെണ്ടിയുണ്ടല്ലോ സണ്ണിമോൻ, ചീങ്കണ്ണികൾ അവനെ കടിച്ചു കീറിയതൊക്കെ നീ അറിഞ്ഞു കാണും. ഞങ്ങളാടാ അത് ചെയ്തത്. ആ അവസ്ഥയിലും പറക്കും ദാസൻ നടുങ്ങി വിറച്ചു. രാമസ്വാമി, ഏതായാലും നീ ചത്തില്ലല്ലോ. എന്റെ കൈയും ഇടിച്ചു ചതച്ചില്ലേ പകരമായിട്ട്. ഇനി എന്നെ വിട്ടേരി. ഇനി ഒരിക്കലും ഞാനിങ്ങോട്ട് വരത്തില്ല. പറക്കും ദാസൻ കൈകൾ ഉയർത്തി അവനെ തൊഴാൻ ഭാവിച്ചു. ചിതറിപ്പോയ ചോരയൊലിക്കുന്ന കൈപ്പത്തി നിലാവെളിച്ചത്തിൽ തല്ലി തകർത്ത തെങ്ങിൻ പൂക്കല പോലെ തോന്നിച്ചു. അല്ലെങ്കിൽ ഇനി നീ വരത്തില്ല ദാസ. ഇവിടേക്കെന്നല്ല, ഒരിടത്തേക്കും. നോവിച്ചുവിടുന്ന ശത്രുവും മൂർഖൻ പാമ്പും ഒരുപോലെയാ. അതുകൊണ്ട് ഇവിടെയുള്ള കുരിശിനെ സാക്ഷി നിർത്തി, മുനിയറകളെ സാക്ഷി നിർത്തി നിന്റെ യാത്രയയപ്പ് നടത്തുകയാ ഞങ്ങള് അങ്ങ് പരലോകത്തേക്ക്. അത് പറഞ്ഞത് ജേക്കബാണ്. സമീറും അപ്പോൾ ചുണ്ടനക്കി. എന്ന് വെച്ച് നിനക്ക് തരാൻ മാലയും ബൊക്കയുമൊന്നും ഞങ്ങള് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ആ കുറവ് നീയങ്ങ് മറക്കണം. അയാൾ പറഞ്ഞു നിർത്തിയതും മറ്റൊരാൾ ദാസന്റെ ഇടം കൈയും പാറയിലേക്ക് ചവിട്ടിപ്പിടിച്ചു. വലത് കൈപ്പത്തി തകർത്ത അതേ കല്ലുകൊണ്ട് തന്നെ ദാസന്റെ ഇടത് കൈപ്പത്തിയും തകർത്തു. അസഹ്യമായ വേദനയാൽ ദാസൻ ഒരു പുഴുത്ത തെറി വിളിച്ച് അലറിപ്പിടഞ്ഞു. ജേക്കബ് ഒരു ചെറിയ കല്ലെടുത്ത് അയാളുടെ വായിൽ ഇടിച്ചു. തകർന്ന പല്ലുകൾക്കൊപ്പം കല്ല് വായിലേക്ക് താണു. അടുത്ത നിമിഷം രണ്ട് കാൽമുട്ടുകളിലും കല്ലുകൾ കൊണ്ടുള്ള ഇടിയേറ്റു. അവിടെ നിന്ന് മൺപാത്രം ഉടയുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. വായിൽ കല്ലിരിക്കുന്നതിനാൽ നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല ദാസന്. രാമസ്വാമി ഒരു പ്ലാസ്റ്റിക് കയർ എടുത്തു. അതിന്റെ ഒരഗ്രം ദാസന്റെ കഴുത്തിലും മറ്റേ അഗ്രം അവിടെയുണ്ടായിരുന്ന സിമന്റ് ബെഞ്ചിന്റെ കാലിലും കെട്ടി. ദാസൻ തലയടിച്ചു കൊണ്ടിരുന്നു. 4 പേർ ചേർന്ന് ദാസന്റെ ശരീരം പാറയിൽ ചരിച്ചു കിടത്തി. ശേഷം ചരിഞ്ഞ കരിമ്പാറയിലൂടെ താഴേക്ക് ഉരുട്ടിവിട്ടു. കയർ വലിഞ്ഞു നിന്നു. പിന്നെ അകലെ നിന്ന് നോക്കിയാൽ പാറയിൽ ചാരിക്കിടക്കുന്നത് പോലെ ആ ശരീരം നിശ്ചലമായി. 1 മണിക്കൂർ കഴിഞ്ഞു. താഴ്വാരത്ത് ഫോറസ്റ്റുകാരുടെ ബൊലേറോ വന്നു നിന്നു. പലതവണ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റുമായിട്ട് അടയാളം കാണിച്ചു. അങ്ങനെ ചെയ്യുമെന്നാണ് ദാസനോട് നേരത്തെ പറഞ്ഞിരുന്നത്. കുറച്ചു സമയം കാത്തുനിന്നിട്ടും ദാസൻ ഇറങ്ങി വന്നില്ല. പോയി നോക്കണോ സാറേ? പത്തനംതിട്ടയിൽ നിന്ന് വന്നവരിൽ ഒരാൾ കാരണവർ കേശവനെ നേർക്ക് തിരിഞ്ഞു. വേണ്ട, അവൻ രക്ഷപ്പെട്ടു പോയി കാണും, ഉറപ്പ്. നമുക്ക് പോകാം. കാരണവർ ഗിയർ ചേഞ്ച് ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ബൊലേറോ തിരിഞ്ഞു. പിന്നെ വന്ന വഴിക്ക് തന്നെ പോയി. സൂര്യകാന്തിക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വന്നില്ല. അവൾ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. വനത്തിൽ കൊണ്ടുപോയി മറച്ചുവെച്ച തോക്കുകൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചാലോ എന്ന് പലവട്ടം അവൾ ചിന്തിച്ചതാണ്. അവസാനം വേണ്ടെന്ന് വെച്ചു. തങ്ങളുടെയും കാരണവരുടെയും തോക്കുകളുണ്ട്. രണ്ടും നിറച്ചു വെച്ചിരിക്കുകയാണ്. ശത്രുക്കൾ തന്നെ ആക്രമിക്കാൻ വന്നാൽ വനത്തിലേക്ക് ഓടണം. എന്നിട്ട് ആ തോക്കെടുത്ത് നിറയൊഴിക്കണം. അതിന് സാധിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അവൾ അങ്ങനെ ചിന്തിച്ചു. അമ്മുവിനും കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞ ദിവസം തീറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ പുലിയും മക്കളും ഇനി വരില്ലെന്ന് അവൾക്ക് തോന്നി. അതൊരു സങ്കടമായി മനസ്സിൽ അവശേഷിച്ചു. പെട്ടെന്ന് അവളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് വീടിന് പുറകിൽ ചില ശബ്ദങ്ങൾ. പോത്തുകൾ ഭയന്ന് ചാടുന്നത് പോലെ. ഈശ്വര! സൂര്യകാന്തി നെഞ്ചിൽ കൈവച്ചു. കാട്ടുമൃഗങ്ങൾ പോത്തുകളെ ആക്രമിക്കുകയാണ്. അവൾ ചാടി എഴുന്നേറ്റു. കയ്യിൽ തടഞ്ഞ ഇറച്ചി വെട്ടുന്ന കത്തിയുമായി അവൾ പുറത്തേക്ക് പാഞ്ഞു. അധ്യായം 34. വാതിൽ വലിച്ചു തുറന്ന് സൂര്യകാന്തി വീടിന്റെ പിൻഭാഗത്തേക്കിറങ്ങി. ആകാശം കാർമേഘത്താൽ മൂടിക്കിടക്കുകയാണ്. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഏതു നിമിഷവും മഴ പെയ്തേക്കാം. സൂര്യകാന്തി പോത്തുകളെ കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അതിനുള്ളിൽ ആരോ നിൽക്കുന്നത് അവ്യക്തമായി കാണാം. താൻ ടോർച്ച് എടുത്തില്ലെന്ന് അവൾ പെട്ടെന്നോർത്തു. ആരാ അത്? നോട്ടം മാറ്റാതെ അവൾ ഒച്ചയുയർത്തി. ഞാനാ കാന്തി. തീർത്തും അപരിചിതമായ ഒരു ശബ്ദം. മനസ്സിലായില്ല. നിങ്ങളുടെ പേരെന്താ? ഈ സമയത്ത് എന്തിനിവിടെ വന്നെന്ന് പറയൂ. അവൾ കത്തിയിൽ മുറുകെ പിടിച്ചു. നിന്നെ കൊണ്ടുപോകാൻ തന്നെ.
അടുത്ത നിമിഷം പുറകിൽ നിന്ന് ശബ്ദം കേട്ടു. ഏഹേ! സൂര്യകാന്തി നടുങ്ങിത്തിരിഞ്ഞു. അവിടെ 4 പേർ. അവളുടെ നട്ടെല്ലിൽ ഒരു തരിപ്പുണ്ടായി. ആരാ നിങ്ങളൊക്കെ? പേരും ഡെസിഗ്നേഷനുമൊക്കെ പറഞ്ഞ് സമയം കളയണോ കൊച്ചേ? ആ ചോദ്യകർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞു. റേഞ്ചർ കാരണവർ കേശവ്. സാർ! അവൾ അമ്പരന്നു. ഭീതി ഒരു വലയമായി അവളെ പൊതിഞ്ഞു. അതേടി, കാരണവർ ചിരിച്ചു. എല്ലാ കാലത്തും നീ മാത്രം ജയിച്ചാൽ പോരല്ലോ. അയാൾ 2 ചുവട് മുന്നോട്ട് വെച്ചു. പൊടുന്നനെ സൂര്യകാന്തി കത്തിയോങ്ങി. അടുത്തു വരരുത്, കുത്തിക്കീറും ഞാൻ. അപ്പോഴേക്കും പോത്തുകൾക്കിടയിൽ നിന്നിരുന്ന ആളും വേലി ചാടിക്കടന്ന് അവളുടെ അടുത്തെത്തി. നീ ഈ ഉമ്മാക്കി കാണിച്ച് ആരെയാടി പേടിപ്പിക്കുന്നത്? ചോദ്യവും പുറകിൽ നിന്നുള്ള അയാളുടെ അടിയും ഒന്നിച്ചായിരുന്നു. സൂര്യകാന്തിയുടെ കാതിനുള്ളിൽ കടലിരമ്പി. ഒന്ന് വട്ടം കറങ്ങിയ അവളുടെ കയ്യിൽ നിന്ന് കത്തി പിടിവിട്ട് വീണു. ആ സെക്കൻഡിൽ 2 പേർ അവളെ വട്ടം പിടിച്ചു. ഒരാൾ കൈചുട്ടി അവളുടെ മുഖത്ത് അമർത്തി. വിടാൻ അവൾ കുതറിപ്പിടഞ്ഞു. പക്ഷേ ശബ്ദം ആ കൈപ്പത്തിക്കുള്ളിൽ അമർന്നുപോയി. അടുത്ത നിമിഷം മഴ ഇരച്ചു വീണു. ആദ്യം ചരൽ വാരി എറിയുന്നത് പോലെ, പിന്നെ അതിന് ശക്തി കൂടി. സൂര്യകാന്തിയെ അവർ തറയിൽ നിന്ന് ഉയർത്തിയെടുത്തു. ഒരു ടോർച്ച് മിന്നിച്ചുകൊണ്ട് റേഞ്ചർ കാരണവർ കേശവ് മുന്നിൽ നടന്നു. മറ്റു 4 പേരും ചേർന്ന് അവളെ എടുത്തുകൊണ്ട് പിന്നാലെ പോയി വനത്തിലേക്ക്. സൂര്യകാന്തിയുടെ ഒഴുകിപ്പടർന്ന കണ്ണീർ മഴവെള്ളത്തിൽ കുഴഞ്ഞു വീണു. കലിതുള്ളുകയാണ് പ്രകൃതി. ശക്തമായ കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇരുണ്ട പ്രേതങ്ങളെപ്പോലെ ഇളകിക്കൊണ്ടിരുന്നു. വനത്തിലൂടെ അല്പദൂരം അവർ അവളെ കൊണ്ടുപോയി. ഇടിമിന്നലിന്റെ വെള്ളി വെളിച്ചത്തിൽ അവളെ ഒരു നിരപ്പായ പാറയിലേക്ക് വലിച്ചു കയറ്റി. കാരണവർ തന്റെ കർച്ചീഫ് വലിച്ചെടുത്ത് അവളുടെ വായിൽ കുത്തിത്തിരുകി. കുറെ നാളായി നീ എന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട്, വേട്ടക്കാരി. നീ എന്താ കരുതിയത് എന്നെക്കുറിച്ച്? തോറ്റു പിന്മാറുമെന്നോ? അങ്ങനെ പോകുന്ന ആളല്ലടി ഞാൻ. കാരണവർ ക്രൂരമായി ചിരിച്ചു. 2 പേർ അവളുടെ കാലുകളിലും 2 പേർ കൈകളിലും അമർത്തിപ്പിടിച്ച് പാറയിലേക്ക് അമർത്തിക്കിടത്തി. കാരണവർ അവൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നു. അയാളുടെ ശിരസിൽ വീണ മഴവെള്ളം സൂര്യകാന്തിയുടെ മേനിയിലേക്ക് ഇറ്റു വീണു. അവൾ തലയടിച്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. ഇനി തനിക്ക് രക്ഷയില്ലെന്ന് അവൾക്ക് ബോധ്യമായി. ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛനെ അവൾ ഓർത്തു. പാവം, ഇനി ഒറ്റയ്ക്ക് എത്ര നാൾ? കാരണവർ തന്റെ ബെൽറ്റ് അഴിക്കുന്നതും പാൻസിന്റെ സിബ് ഊരുന്നതും അവൾ കണ്ടു. ഈശ്വര! സൂര്യകാന്തി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഈ പാറയുടെ അടിയിലുള്ള ഒരു വിള്ളലിലാണ് താൻ തോക്കുകൾ 2ഉം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവൾ ഓർത്തു. അതിൽ ഒരെണ്ണമെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. കാരണവർ പാൻസ് ഊരി മാറ്റി പാറയിലേക്കിട്ടു. പിന്നെ സൂര്യകാന്തിയുടെ കാൽക്കൽ വന്നു. അവൾ പാറയിൽ ശക്തിയിൽ തലയടിച്ചു. അത് കണ്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു. നീ ഇങ്ങനെ ചത്താൽ ഞങ്ങൾക്കത്രയും പണി കുറയും. അയാളുടെ ശബ്ദം മഴയുടെയും കാറ്റിന്റെയും ഇരമ്പലിൽ അലിഞ്ഞു. കാരണവർ മുന്നോട്ട് കുനിയാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത നിമിഷം ഒരു മുരൾച്ച. ഏതോ മൃഗത്തിൻ്റേതുപോലെ. വൃക്ഷശിഖരങ്ങൾ കാറ്റിൽ ചേർന്നുരഞ്ഞതാണെന്ന് ആദ്യം അവർ കരുതിയുള്ളൂ. പെട്ടെന്നൊരു മിന്നലുണ്ടായി. ആ വെളിച്ചത്തിൽ അവർ കണ്ടു, തറയിൽ നിന്ന് പറന്നു വരുന്നത് പോലെ ഒരു പുലി. മിന്നലിൽ അതിന്റെ കണ്ണുകൾ വെള്ളിക്കണക്കെ വെട്ടിത്തിളങ്ങി. സാർ! അലറിക്കൊണ്ട് ഒരാൾ സൂര്യകാന്തിയിലെ പിടിവിട്ട് ചാടി എഴുന്നേറ്റു. ആ ക്ഷണം പുലി കാരണവരെ ആക്രമിച്ചു. ഓടിക്കോടാ പറഞ്ഞുകൊണ്ട് രണ്ടാമൻ പാറയിൽ നിന്ന് എടുത്തു ചാടി. അത് മറ്റൊരു അപകടത്തിലേക്കായിരുന്നു. പട്ടിയോളം വലിപ്പമുള്ള 3 പുലിക്കുട്ടികൾ അയാളെ വളഞ്ഞു. ഒരേ നിമിഷം ചുറ്റും നിന്ന് അവ അയാളെ ആക്രമിച്ചു. നഖങ്ങളും പല്ലുകളും അയാളുടെ മാംസത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പൂച്ച എലിയെ കടിച്ചു കുടയുന്നത് പോലെ കാരണവരെ കടിച്ചു കുടയുകയായിരുന്നു പുലി. ബാക്കിയുള്ളവർ പകച്ചു നിന്നു. പാറയിൽ നിന്ന് താഴേക്ക് ചാടാനും അവിടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥ. സൂര്യകാന്തിയുടെ കൈകളിൽ പിടിച്ചിരുന്നവരും ഇതിനകം പിടിവിട്ടിരുന്നു. അവൾ ചാടി എഴുന്നേറ്റു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിലവിളി തൊട്ടരികിലെ ജലപാതത്തിൽ അമർന്നു. സൂര്യകാന്തി വായിൽ നിന്ന് കർച്ചീഫ് വലിച്ചു മാറ്റി. താൻ തീറ്റി കൊടുക്കുന്ന പുലിയും കുഞ്ഞുങ്ങളുമാണ് സഹായത്തിന് എത്തിയിരിക്കുന്നതെന്ന് അവൾക്കുറപ്പായി. അമ്മോ, കൊല്ലവരെ! പകയോടെ അവൾ വിളിച്ചു പറഞ്ഞു. കാരണവരുടെ ചലനം ഇതിനോടകം നിലച്ചു കഴിഞ്ഞിരുന്നു. അയാളെ വിട്ട് അമ്മോ പാറപ്പുറത്തുണ്ടായിരുന്ന അടുത്തയാളിന്റെ നേർക്ക് കുതിച്ചു. പിന്നെ അയാളെയും കൊണ്ട് താഴേക്ക് മറിഞ്ഞു. ഒരു പാറയിലാണ് അയാളുടെ തലയടിച്ചത്. അതിനാൽ അമ്മുവിന്റെ ആക്രമണം അയാൾ തിരിച്ചറിഞ്ഞില്ല. അവശേഷിച്ച 2 പേരും പാറയിൽ നിന്ന് ചാടി. അവർക്ക് പിന്നാലെ സൂര്യകാന്തിയും. മിന്നൽ വേഗത്തിൽ അവൾ പാറയിടുക്കിൽ നിന്ന് ചാക്കുകെട്ടുകൾ വലിച്ചു പുറത്തിട്ടു. അതിൽ നിന്ന് തോക്കുകൾ വലിച്ചെടുത്ത് ഒരെണ്ണം ഉയർത്തി. തന്റെ കയ്യിൽ ഒരു പെരുപ്പുണ്ടായതുപോലെ സൂര്യകാന്തിക്ക് തോന്നി.
അച്ഛനും താനും വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന തോക്ക്. ഓടിമറയാൻ ശ്രമിക്കുന്ന ഒരാളുടെ നേർക്ക് അവൾ ഉന്നം പിടിച്ചു. അടുത്ത നിമിഷം വലതു കൈയുടെ ചൂണ്ടുവിരൽ ട്രിഗറിൽ അമർന്നു. മഴയിലും വെടിയൊച്ച പ്രകമ്പനം തീർത്തു. ഓടിക്കൊണ്ടിരുന്നവൻ എടുത്തെറിയുന്നത് പോലെ തെറിച്ചു വീണു. രണ്ടാമൻ വെട്ടിത്തിരിഞ്ഞു. ആ സെക്കൻഡിൽ അയാളുടെ നെഞ്ചിലേക്ക് ഒരു തീയുണ്ട പാഞ്ഞു കയറി. കാറ്റുപിടിച്ച മരം കണക്കെ അയാൾ മഴയിൽ നിന്ന് ആടി, പിന്നെ കമിഴ്ന്നു വീണു. സൂര്യകാന്തി തളർച്ചയോടെ പാറയിലേക്ക് ചാരി. തോക്ക് കുത്തിപ്പിടിച്ചു നിന്നു. പിന്നെ ചുറ്റും നോക്കി. പുലിയെയും കുഞ്ഞുങ്ങളെയും കാണാനില്ല. വെടിയൊച്ച കേട്ട് അവറ്റകൾ ഭയന്നോടി കാണുമെന്ന് അവൾ കരുതി. സൂര്യകാന്തി പാറപ്പുറത്തേക്ക് കയറി. റേഞ്ചർ കാരണവർ കേശവന്റെ കഴുത്തിൽ നിന്ന് ചോര പാറയിലേക്ക് വീഴുന്നതും മഴവെള്ളത്തോടൊപ്പം താഴേക്ക് പോകുന്നതും മിന്നലിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു. സൂര്യകാന്തി പാറപ്പുറത്ത് കാലുകൾ നീട്ടിവെച്ച് ഇരുന്നു. 5 ശവശരീരങ്ങൾ. ഇതിന് താൻ ഉത്തരം പറഞ്ഞേ മതിയാകൂ. കഴിമരത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും തനിക്ക് കിട്ടില്ല. അവൾ വല്ലാതെ ഒന്ന് തേങ്ങി. എങ്കിലും ആശ്വാസം തോന്നി. തന്നെ വേട്ടയാടാൻ ഒരുത്തനും കഴിഞ്ഞില്ലല്ലോ. ഇത്തവണയും അമ്മുവാണ് തന്റെ രക്ഷയ്ക്കെത്തിയത്. അവൾ ചുറ്റും നോക്കി. പിന്നെ വിളിച്ചു, അമ്മു, പേടിക്കണ്ട, വാ. അനക്കമില്ല. മഴ ശമിക്കുന്നുമില്ല. 4-5 തവണ അവൾ പുലിയെ വിളിച്ചു. ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പോലീസിനെ കീഴടങ്ങും മുമ്പ് അച്ഛനെയും രജിസാറിനെയും ഒന്ന് കാണണം. തോക്ക് അവിടെ ഉപേക്ഷിച്ച് അവൾ എഴുന്നേറ്റു. പെട്ടെന്ന് കണ്ടു പാറപ്പുറത്തേക്ക് പതുങ്ങി കയറി വരുന്ന പുലിയും കുഞ്ഞുങ്ങളും. അമ്മോ! അത്യാഹ്ലാദത്തോടെ അവൾ പാറയിൽ കുത്തിയിരുന്നു. തള്ളപ്പുലി അടുത്തു വന്ന് അവളുടെ മുഖത്ത് നക്കി. അമ്മോ! അവൾ പുലിയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളും അവളുടെ അടുത്തെത്തി. സൂര്യകാന്തി അവറ്റകളുടെ ശിരസിലും തടവി. പുലികൾ മനുഷ്യരോട് ഇണങ്ങത്തില്ലെന്ന വിശ്വാസം ഇവിടെ തകരുകയാണെന്ന് അവൾ ഓർത്തു. സ്നേഹിച്ചാൽ ഏത് മൃഗവും ഇണങ്ങും. അവൾ പുലിയെ തഴുകിക്കൊണ്ട് പറഞ്ഞു, നാളത്തെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് മാത്രം തരും. അത് ഞാൻ അവസാനമായി തരുന്നതാ. പിന്നെ ഇങ്ങോട്ട് വരരുത് കേട്ടോ. അത് മനസ്സിലായതുപോലെ അമ്മോ അവളെ വീണ്ടും നക്കി. ഞാൻ പോവാ, രാവിലെ വരണം. അവൾ പാറയിൽ നിന്ന് ഇറങ്ങി നടന്നു. വീട്ടുമുറ്റത്തെത്തിയ അവൾ ഒന്ന് പകച്ചു. മഴക്കോട്ടണിഞ്ഞ ഏതാനും പേർ നിൽക്കുന്നു. ഇനിയും ശത്രുക്കളോ? അവൾ പിന്തിരിയാൻ ഭാവിച്ചതും ഒരു ശബ്ദം വന്നു. കാന്തി. അവൾ ആശ്ചര്യത്തോടെ നിന്നു. പരിചയമുള്ള സ്വരം. രാമസ്വാമി. ആ ചുണ്ടുകൾ മന്ത്രിച്ചു. അതെ, അവൾ അവരുടെ അടുത്തു വന്നു. ഇതൊക്കെ ആരാ? ജേക്കബും സമീറും ഒക്കെയാ. സൂര്യകാന്തിക്ക് ആശ്വാസമായി. നീ രാത്രിയിൽ എവിടെ പോയതാ? വെടിയൊച്ചയും കേട്ടു. നീ വീണ്ടും വേട്ടയാടാൻ തുടങ്ങിയോ? രാമസ്വാമിക്ക് സംശയം. വേട്ടയാടി? പാവമൃഗങ്ങളെയല്ല, മനുഷ്യരെ. അവൾ പല്ലുകൾ ചേർത്ത് ഞെരിച്ചു. മനസ്സിലായില്ല. പറഞ്ഞത് സമീറാണ്. ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ ഞാൻ പോകും. പിന്നെ ഒരു മടങ്ങിവരവുണ്ടാവില്ല. തേങ്ങലോടെ സൂര്യകാന്തി നടന്നതത്രയും ചുരുക്കി പറഞ്ഞു. മഴയിൽ നിന്നുകൊണ്ട് തന്നെ. നിങ്ങളിങ്ങോട്ട് വന്നേ. രാമസ്വാമി ജേക്കബിനെയും സമീറിനെയും മറ്റും വിളിച്ച് മാറ്റി നിർത്തി അല്പനേരം എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ മടങ്ങിയെത്തി. അവന്മാരെ കൊന്നതിന്റെ പേരിൽ പോലീസിന് കീഴടങ്ങണ്ടെന്ന ഞങ്ങളുടെ അഭിപ്രായം. അതെങ്ങനെ? സൂര്യകാന്തിക്ക് മനസ്സിലായില്ല. രാമസ്വാമി വിശദീകരിച്ചു. അവരുടെ മരണത്തിന് സാക്ഷികൾ ആരുമില്ലല്ലോ. ഇല്ല. അവളുടെ ശബ്ദം വിറച്ചു. പിന്നെന്താ കുഴപ്പം? ബോഡികൾ കിട്ടാതിരുന്നാൽ പോരെ? ഈ കനത്ത മഴയിൽ ചോരയുടെ പാടുകൾ പോലും അവശേഷിക്കില്ല. ആ ശവങ്ങൾ നമ്മൾ കാട്ടുചോലയിൽ എറിയും. ആരും കടന്നു ചെല്ലാത്ത പാറയുടെ വിള്ളലുകളിൽ കുരുങ്ങിക്കിടന്ന് അതളഞ്ഞ് അസ്ഥികൾ മാത്രമായി കൊള്ളും. പിന്നീട് ഒരുത്തനും കണ്ടുപിടിക്കത്തില്ലെന്നേ. നിശാചരൻ ഭൈരവമൂർത്തിയുടെ ശവശരീരം താൻ ചോലയിൽ തള്ളിയത് അപ്പോൾ സൂര്യകാന്തി ഓർത്തു. നീ വാടി. പെട്ടെന്ന് രാമസ്വാമി അവളുടെ കൈക്ക് പിടിച്ചു. നീ ആരെയും കണ്ടിട്ടില്ല. കാരണവരും മറ്റും ഇവിടെ വന്നിട്ടുമില്ല. മനസ്സിലായോ? സൂര്യകാന്തി ഒന്ന് മൂളി. പിന്നെ യാന്ത്രികമായി രാമസ്വാമിക്കും കൂട്ടർക്കുമൊപ്പം നടന്നു. മഴ പെയ്തുകൊണ്ടേയിരുന്നു. നോവൽ അവസാനിക്കുന്നു.